എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വളരെ മനോഹരമായൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. കഥ ഇഷ്ടമില്ലാത്തവരില്ല. കഥ പറയാനും കഥ കേട്ട് ആസ്വദിക്കാനും കഥകൾ ഉണ്ടാക്കാനും മലയാളികൾക്ക് സവിശേഷമായൊരു കഴിവുണ്ട്. അതിൽ തന്നെ കുറ്റാന്വേഷണ എഴുത്തുകളോട് മലയാളികൾക്ക് വല്ലാത്തൊരു അടുപ്പമുണ്ട്. ആർതർ കോനൻ ഡോയലും അഗത ക്രിസ്റ്റിയും ഒക്കെ മലയാളികൾക്ക് സ്വന്തം വീട്ടുകാരെ പോലെ പരിചിതരാണ്. ഷെർലക് ഹോംസിനെ അറിയാത്ത മലയാളികൾ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരുപക്ഷെ മലയാളികളുടെ മനസ്സിലുള്ള ഒരു അന്വേഷണ ത്വര ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരം എഴുത്തുകളോട് വല്ലാത്തൊരു ആഭിമുഖ്യം ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും എഴുത്തിലെ കുറ്റാന്വേഷണം എന്നതാണ് നമ്മുടെ വിഷയം. ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ കൂടെ ഇരിക്കുന്നത് പുതിയ തലമുറയിൽ നിന്നല്ല, പഴയ ഈ സമീപകാല കഴിഞ്ഞൊരു ദശകത്തിലെടുത്ത് നോക്കിയാൽ പോലും മികച്ചു നിൽക്കുന്ന 4 എഴുത്തുകാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. പുതിയ തലമുറയുടെ ശബ്ദമാണവർ. പുതിയ തലമുറയെന്ന് പറയത്തില്ല, ഭാവിയുടെയും ശബ്ദമാണവർ. അവരെ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. GR ഇന്ദുഗോപൻ, കൊല്ലം വാളത്തുങ്കൽ സ്വദേശിയാണ്. വിലായത് ബുദ്ധ മുതൽ ആനോ വരെയുള്ള കൃതികൾ, ഏറ്റവും അവസാനത്തെ പുസ്തകങ്ങളാണ് ഞാൻ പറയുന്നത്. കൃതികളിലൂടെ മലയാളികൾക്കും സിനിമ പ്രേമികൾക്കൊക്കെ പരിചയനാണ് ഇന്ദുഗോപൻ. മറ്റാൾ KV മണികണ്ഠനാണ്, തൃശ്ശൂർ ചാലക്കുടി സ്വദേശി. IIT മദ്രാസ് ആണ് മണികണ്ഠൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പുസ്തകം എന്ന് ഞാൻ വിചാരിക്കുന്നു. 3 ഇടങ്ങൾ നല്ലൊരു തുടക്കം കുറിച്ച കൃതിയായിരുന്നു. റിഹാൻ റാഷിദ് കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശിയാണ്. 13 പുസ്തകങ്ങൾ റിഹാൻ്റെ പേരിലുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ബ്യൂസെഫലസ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധേയമായ പുസ്തകമാണ്. പീതോന്മാദം ഈ അടുത്ത് മനോരമ ബുക്സ് പുറത്തിറക്കിയൊരു പുസ്തകമാണ്. പിന്നെയുള്ളത് മജീദ് സയ്യിദാണ്, വൈക്കം തലയോലപ്പറമ്പ് സ്വദേശിയാണ്. ക്രൈം നമ്പർ 25/83 ചെമ്പിലമ്മിണി കൊലക്കേസ് വളരെ ശ്രദ്ധേയമായൊരു പുസ്തകമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് അധികം സമയം കളയാതെ ഇവരെ കേൾക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ദുഗോപനിൽ തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ക്രൈം എഴുത്ത്, കുറ്റാന്വേഷണ എഴുത്തുകൾ മുഖ്യധാര സാഹിത്യത്തിൻ്റെ ഭാഗമല്ലെന്നും നമ്മൾ പണ്ട് കളം തിരിച്ചെഴുതിയ പോലെ, കളം തിരിച്ച് വർഗീകരിച്ചതുപോലെ എന്താ പറയുക, പൈങ്കിളി എഴുത്ത് എന്ന രീതിയിലൊക്കെ പറയുന്ന രീതിയിൽ വില കുറഞ്ഞ ഒരു എഴുത്താണെന്ന് കുറേ കാലം ഒരു ധാരണയുണ്ടായിരുന്നു. അതായത് നമുക്ക് നല്ല വായനക്കാർ അതൊന്നും വായിക്കാറില്ല, അവർ ജീവിതഗന്ധിയായ സാഹിത്യം വായിക്കൂ എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ, ഏറ്റവും കൂടുതൽ യുവാക്കൾ എഴുതുന്നത് ക്രൈം ത്രില്ലറുകളാണ്. അപ്പം ആ ഒരു എന്താ പറയുക, ആ ഒരു വിഭജനം മാറി വരുന്ന ഒരു ലക്ഷണമാണോ അത്? വിഭജനം എന്ന് പറയുന്നതേ ഈ നമ്മുടെ കണക്കിലും ഇതിലുമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഈ എല്ലാ കാലത്തും ലോകത്തുള്ള ആൾക്കാർ ക്രൈം ഫിക്ഷന് വെച്ചാൽ ഒരു ഹൈ ഉണ്ടാവുക എന്നാണ് നമ്മൾ എല്ലാ സമയത്തും മനസ്സിൽ ആഗ്രഹിച്ച് നടക്കുന്നൊരു സമയം. ഒരു ഹൈ വായനയിലാണെങ്കിലും ലൈഫിലാണെങ്കിലും നമ്മൾ തകർന്നിരിക്കുന്നൊരു സമയത്തോ നമ്മുടെ ആലോചന അല്ലെങ്കിൽ നമ്മുടെ സൂക്ഷ്മതയെ കൃത്യതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു തരം റൈറ്റിംഗ് ഇതിൻ്റെ അകത്ത് പ്രകടമായിട്ടുണ്ട്. മറ്റൊന്ന്, ഈ മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള സംഗതിയാണ് ഈ കുറ്റവാസന. എപ്പം നമ്മൾ ഈ ഒരു പിന്നെ ശക്തിയിൽ കുറഞ്ഞ ഒരാളിൻ്റെ അടുത്തോ അല്ലെങ്കിൽ പിന്നെ ഒരു അബലയായ ഒരു ലേഡിയുടെ അടുത്തൊക്കെ ചാടി വീഴുമെന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള കുറ്റവാസനകളാൽ നമ്മുടെ ഇതിനെ നമ്മൾ സംസ്കരിച്ചെടുത്ത് വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഘട്ടം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് റിലേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളൊരു സംഗതി എന്ന് പറയുന്നത് ഈ കുറ്റവാസന. അതൊന്നും ഈ ഡിറ്റക്റ്റീവ് എന്നുള്ള പൊതുവെയുള്ള അർത്ഥത്തിൽ മാത്രമല്ല ഇത് പറയുന്നത്. കുറ്റ അന്വേഷണം എന്നുള്ളതിനപ്പുറത്തേക്ക് മനുഷ്യനുള്ള കുറ്റം, നമ്മളെല്ലാം ഓരോ ദിവസവും നമ്മുടെ കുറ്റത്തിനെ അടിച്ചമർത്തി വയ്ക്കുകയും നമ്മൾ ചെയ്ത കുറ്റങ്ങൾ നമ്മൾ തന്നെ അന്വേഷിക്കുകയും അതിൽ നിന്ന് പുറത്തു കിടക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് മൊമെൻറ്റ്സ് പിന്നെ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ഈ ജോണറിന് നമുക്ക് മാറ്റി നിർത്താനോ ഇത് ചെയ്യാനോ ഒന്നും പറ്റില്ല. ഈ ജോണർ അവിടെ ഇല്ലെങ്കിൽ പോലും മനുഷ്യൻ ദിവസമായ കുറ്റങ്ങളും കുറ്റാന്വേഷണകരുമായി ചരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സംവിധാനമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരത് മാറ്റി നിർത്തിയാലും ഏത് കള്ളിയിലാക്കി നിർത്തിയെന്ന് വെച്ചിട്ടൊന്നും ഈ ജോണറിൻ്റെ പ്രാധാന്യമോ ഇതോ ഇല്ലാതായി മാറുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മണികണ്ഠനോടാണ്. ലാജോ ജോസ് കഴിഞ്ഞ ദിവസം മനോരമ സൺഡേ സപ്ലിമെൻ്റിലെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു, ലാജോ ജോസിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സിനിമയായിരുന്നു എന്ന്. അതിനുവേണ്ടി അദ്ദേഹം 6 തിരക്കഥകൾ തയ്യാറാക്കി. പക്ഷേ സിനിമക്കാരിലേക്ക് എത്താൻ വഴി കാണുന്നില്ല. അവസാനം ഈ 6 തിരക്കഥകളും പുള്ളി പുസ്തകമായിട്ട് എഴുതി. ഈ പുസ്തകം ശ്രദ്ധിക്കപ്പെട്ടതോടുകൂടി സിനിമയിലെ ഇപ്പം ബോഗൻവില്ല, റൂത്തിൻ്റെ ലോകം അറിയാമല്ലോ, ശ്രദ്ധേയമായ ഒരു സിനിമയായി മാറിക്കഴിഞ്ഞു. അപ്പം ആ സിനിമയിലേക്കുള്ള എളുപ്പ വഴിയായിട്ട് എഴുത്തിനെ കാണുന്നവരുണ്ട്. അത് സിനിമയാക്കാൻ ഏറ്റവും സാധ്യത ക്രൈം ത്രില്ലറുകൾക്കാണ്. അപ്പം അങ്ങനെ ഇതിൻ്റെ പുറത്തായിരിക്കുമോ പുതിയ ആൾക്കാർ കൂടുതലും
ഈ ക്രൈം ത്രില്ലർ എഴുത്തുകളിലേക്ക് അല്ലെങ്കിൽ കുറ്റാന്വേഷണ എഴുത്തുകളിലേക്ക് വരുന്നത്? മണികണ്ഠൻ്റെ ഒരു അനുഭവം വെച്ച് തന്നെ മറുപടി പറയാമെന്ന് എനിക്ക് തോന്നുന്നു. സിനിമ മുന്നിൽ കണ്ടിട്ടാണോ കൂടുതൽ ക്രൈം ത്രില്ലറുകൾ ഇപ്പോൾ മലയാളത്തിൽ വരുന്നത് എന്നുള്ളതിന് എനിക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം അറിയില്ല. പക്ഷേ പണ്ട് ലാൽ ജോസ് പറഞ്ഞിട്ടുണ്ട്, എല്ലാ മലയാളിയും കയ്യിലൊരു തിരക്കഥ വെച്ചിട്ടാണ് നടക്കണേന്ന്. അതായത് എല്ലാവരുടെ മനസ്സിലും ഒരു സിനിമയുണ്ട്, ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവും, അതെല്ലാം സൂപ്പർ ഹിറ്റായിരിക്കും എന്ന് അവർ വിചാരിക്കുന്നു എന്ന് ലാൽ ജോസ് പറഞ്ഞിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് ശരിയാണ്. അപ്പോൾ അത് സിനിമയാക്കാൻ വേണ്ടി ക്രൈം ത്രില്ലറുകൾ എഴുതുന്നു എന്ന് പറയുന്നത് എത്ര ശരിയാണോ എന്ന് എനിക്കറിയില്ല. പൊതുവിൽ സാഹിത്യകാർ എല്ലാം ഈ അടുത്ത് കണ്ടുവരുന്നത് സിനിമയിലേക്ക് ഉള്ള ഒരു ബ്രിഡ്ജ് പോലെയാണ്. അത് ഞങ്ങൾ മുഖ്യധാരക്കാർ സമ്മതിക്കില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അത് സിനിമയ്ക്ക് ചാടാൻ എന്താണ് മാർഗം എന്ന്, അത് മെയിൻ അട്രാക്ഷൻ പ്രശസ്തി തന്നെയാണ്, പ്രശസ്തിയും പണവും തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ക്രൈം ത്രില്ലറുകൾ എഴുതുന്നത് അതിനു വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ അത് നമ്മൾ വോട്ടിനിട്ട് തീരുമാനിക്കേണ്ടി വരും. എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായം അതിലില്ല. പിന്നെ നേരത്തെ പറഞ്ഞ ഇന്ദുവിനോട് ചോദിച്ച ചോദ്യമല്ലേ, അത് നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ തന്നെ ക്രൈം ആയിരുന്നു തോന്നണം അല്ലേ? അത് ആദ്യത്തെ അല്ലേ അത്? അതെ അതെ, ആദ്യത്തെ കഥ തന്നെ ക്രൈം ത്രില്ലറായിരുന്നു. ക്രൈം എന്ന് പറയുന്നത് ആദ്യം ഹവ ആപ്പിള് തിന്നപ്പോൾ മുതൽ ക്രൈം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ക്രൈം ത്രില്ലറുകളാണ് യഥാർത്ഥത്തിൽ ജീവിതഗന്ധിയായ ഐറ്റം എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും പിടിക്കപ്പെടില്ല എന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് നമ്മൾ എന്ന് പറയുന്ന പോലെ, പിടിക്കപ്പെടും എന്ന് പേടിച്ചുകൊണ്ട് നമ്മളൊക്കെ മാന്യന്മാരായിട്ട് ജീവിക്കണതാണ്. അല്ലെങ്കിൽ നമ്മുടെ പ്രാഥമിക ത്വര കുറ്റം ചെയ്യാൻ തന്നെയായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് എനിക്കതിൽ പറയാനുള്ളത്. നല്ല നിരീക്ഷണമാണ്. എന്തായാലും റിഹാനോടാണ് ചോദ്യം. ഇപ്പം ദിവസം പ്രതി പുസ്തകങ്ങൾ ഇറങ്ങുന്നൊരു കാലമാണ്. പണ്ടത്തെ അത്ര ബുദ്ധിമുട്ടില്ല പുസ്തകങ്ങൾ ഇറക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ തന്നെ പകുതിയിലധികം പുസ്തകങ്ങളും ക്രൈം ത്രില്ലറുകളാണ്. അപ്പം ഇവയുടെ എണ്ണം കൂടുന്നത്, ഇങ്ങനെ ഒരുപാട് ഉണ്ടാകുന്നത് ഇവരുടെ നിലവാരം കുറയ്ക്കാൻ ഇടയാക്കുന്നുണ്ടോ? എന്താണ് ഒരു നിരീക്ഷണം? ശരിക്കൊരു കുടുങ്ങുന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. പക്ഷേ ഞാനതിൽ നിന്ന് നൈസായിട്ട് ഒഴിയാം. അങ്ങനെ നിലവാരമൊന്നും തീരുമാനിക്കേണ്ടത് നമ്മളാരുമല്ല, ഇത് വായിക്കുന്ന ആൾക്കാരാണ് ഇതിൻ്റെ ഒരു നിലവാരം തീരുമാനിക്കേണ്ടത്. നമുക്കറിയില്ലല്ലോ, മറ്റൊരാളെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. അയാളുടെ ഒരു ഇഷ്ടത്തിനും, എല്ലാവരും നേരത്തെ മണിയേട്ടനൊക്കെ പറഞ്ഞതുപോലെ എല്ലാവരും ഫെയിമിന് വേണ്ടിയിട്ടും പണത്തിന് വേണ്ടിയിട്ടാണ് എഴുതുന്നത്. പലരും ചിലപ്പോൾ മറ്റ് മേഖലകളിൽ നിൽക്കുന്ന ഒരാളും കൂടിയായിരിക്കും. ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്ന ആളായിരിക്കും, അധ്യാപകനായിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുന്ന ഒരാളും. അയാൾക്ക് അവിടെ പ്രത്യേകിച്ചൊരു ശ്രദ്ധയും കിട്ടുന്നില്ല. അയാൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പരിഗണനയും ശ്രദ്ധയും കിട്ടാതിരിക്കുമ്പോഴും ഇങ്ങനെ നോവലിസ്റ്റുകളും എഴുത്തുകാരൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ അവരെന്താ വിചാരിക്കുന്നത്, ഇതിലൂടെയെങ്കിലും ഞങ്ങളെ കുറേ ആളുകൾ അറിയട്ടെ. അപ്പോൾ നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനൊന്നുമില്ല, എല്ലാം നല്ലതിനാവട്ടെ. എല്ലാം ഇവിടെ ഒരു ഫിൽട്ടറിങ് സ്വാഭാവികമായിട്ട് സംഭവിച്ചോളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ലതിനെ ആൾക്കാർ സ്വീകരിക്കും, അതിന് വായനക്കാരുണ്ടാവും. നല്ലതും ചീത്തയില്ല, പക്ഷേ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഓരോ ജോണറിനും അല്ലെങ്കിൽ ഓരോ എഴുത്തുകാർക്കും അവരവരുടെ വായനക്കാരുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ അത് വായിക്കുന്ന ആൾക്കാർ അത് വായിക്കും, അല്ലാത്തൊരു തള്ളിക്കളയേണ്ടത് തള്ളിക്കളയും, നിലനിൽക്കേണ്ടത് നിലനിൽക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അതിപ്പോൾ ക്രൈം ആയാലും എന്തായാലും. ഞാൻ ഇന്ദോട്ടൻ പറഞ്ഞതിൽ ഒന്നുകൂടെ കൂട്ടിച്ചേർക്കുന്നു, എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഈ ക്രൈമുണ്ട്. നമ്മളൊക്കെ ദിവസവും ഉണരുന്നതും ഉറങ്ങുന്നതും ഒരു ക്രൈമിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യാതെ രക്ഷപ്പെട്ടു, ഞാനിന്ന് എന്തൊക്കെ രഹസ്യങ്ങളിലൂടെ, നമ്മൾ എന്തോരം രഹസ്യങ്ങളിലൂടെയാണ് ഓരോ മനുഷ്യനും കടന്നു പോകുന്നത്. ഈ രഹസ്യങ്ങൾ തന്നെയാണല്ലോ ഒരു തരത്തിൽ കുറ്റകൃത്യം എന്നൊക്കെ പറയുന്നൊരു സാധനം. ഇത്രയേ ഉള്ളൂ. മജീദിനോടാണ്. ഈ മുൻ നിശ്ചയത്തിൽ നിന്നും മാറി കഥ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ എഴുത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതായത് മജീദ് ആലോചിച്ച് വെച്ചൊരു തീം പ്ലോട്ട് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ മജീദ് തന്നെ ഉദ്ദേശിക്കാത്തൊരു ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? അതിനെ എങ്ങനെ പറ്റും? എൻ്റെ എഴുത്ത് രീതി എന്ന് പറഞ്ഞാൽ ഒരു കഥയും പൂർണ്ണമായിട്ട് ആലോചിച്ചിട്ട് എഴുതുന്ന ഒരാളല്ല ഞാൻ. ചിലപ്പോൾ ഇപ്പോൾ ഈ ചെമ്പിലമണി കൊലക്കേസ് എന്ന് പറയുന്ന നോവൽ തന്നെ ഉണ്ടായത് അതിനൊരു ഉദാഹരണമാണ്. ഞാൻ ആ നോവലിനെ കുറിച്ച് ചിന്തിച്ചത് വളരെ ചെറുപ്പത്തിൽ ഒരു 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ പരസ്പരം ഉമ്മ വയ്ക്കാനായിട്ട് രണ്ടുപേരും ആഗ്രഹിക്കുന്നു. ഒരു പുരുഷനും സ്ത്രീയും ആഗ്രഹിക്കുന്നു, ഒരു കുട്ടിയും ഒരു പെൺകുട്ടിയും ആലോചിക്കുന്നു.
ഇവർക്ക് ഒരു 60 വയസ്സെത്തുന്നത് വരെ ഇവർക്ക് ആ ഉമ്മ വെക്കാൻ പറ്റിയിട്ടില്ല. ഇതായിരുന്നു എൻ്റെ ഒരു ബേസിക് തോട്ട്. അപ്പോൾ ഇങ്ങനെ വിഷുക്കണിയിലേക്ക് ഒരു നോവൽ വേണമെന്ന് പറഞ്ഞപ്പോൾ എന്നെ തോമസ് സാർ വിളിച്ചിട്ട് പറഞ്ഞു നോവൽ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചത് ഇവരുടെ ഈ ഉമ്മക്കഥ എഴുതാമെന്നാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ അതൊരു 6-7 ദിവസം കൊണ്ടിട്ടാണ് 7 അധ്യായമായിട്ടാണ് അത് ഞാൻ എഴുതി. കുറച്ച് നേരം കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് എഴുതി പുറത്തേക്കൊരു സംഭവമാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ വേറൊരു നോവൽ ഇങ്ങനെ എഴുതുന്നുണ്ട്. അത് മനോരമയിൽ തന്നെ ഒരു നോവൽ മനോരമയ്ക്ക് തന്നെ വേണ്ടിയിട്ട് എഴുതിയതാണ്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് തോമസ് സാർ പറഞ്ഞു ഇതിനകത്തൊരു ക്യാരക്ടർ ഒന്ന് ഡെവലപ്പ് ചെയ്താൽ ഒരു നോവലിൻ്റെ അംശം കിടപ്പുണ്ട്, അപ്പോൾ നിങ്ങൾ അത് നോവലാക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്നൊരു 1 മാസം കൊണ്ട് തട്ടിക്കൂട്ടി എഴുതിയൊരു നോവലാണ് അത്. അപ്പോൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത മേഖലകളിലേക്കാണ് എൻ്റെ എഴുത്തിൻ്റെ കഥാപാത്രങ്ങൾ എന്നെ വലിച്ചുകൊണ്ട് പോയത്. എൻ്റെ മാത്രമല്ല ഒരുവിധപ്പെട്ട എല്ലാ എഴുത്തുകാരുടെയും. കാരണം മുൻധാരണയോടുകൂടി നമ്മളൊരു കഥയെ ആദിമധ്യാന്തം മനസ്സിൽ ആലോചിച്ച് വെച്ച് ആ കഥ ഇങ്ങനെ പോകണം, അല്ലെങ്കിൽ ആ കഥാപാത്രം സഞ്ചരിച്ച് ആ കഥാപാത്രം അവസാനിക്കേണ്ട പോയിൻ്റ് ഇതാണ് എന്ന് കരുതിക്കൂട്ടി നമ്മൾ പോകുമ്പോൾ പക്ഷേ നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കഥാപാത്രം മറ്റൊരു മേഖലയിലേക്ക് പോകുന്നതായിട്ടാണ് എൻ്റെ അനുഭവം ഉണ്ടായിട്ടുള്ളത്. പിന്നെ ആദ്യം ഇന്ദു ചേട്ടനോട് ചോദിച്ച ചോദ്യത്തിന് അതൊരു കൂട്ടിച്ചിറക്കലെ എൻ്റെ ഒരു അഭിപ്രായം, കൂട്ടിച്ചിറക്കല്ല എൻ്റെ ഒരു അഭിപ്രായം. ഈ ക്രൈം എന്ന് പറഞ്ഞാൽ ലോകം ഭരിക്കുന്നത് തന്നെ കുറ്റകൃത്യങ്ങളാണ്. അതിപ്പോൾ നമ്മൾ രാഷ്ട്രീയം എടുത്താലും മതങ്ങളെ എടുത്താലും ഏത് ചിന്താധാരകളെ എടുത്താലും അതെല്ലാം ക്രൈം റിലേറ്റഡ് ആണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഈ ക്രൈം എന്ന് പറയുന്നത് കുറ്റം, അല്ലെങ്കിൽ മറ്റൊരാളെ വേദനിപ്പിക്കുക, മറ്റൊരാളുടെ പീഡനം, വേറൊരാളെ നടക്കപ്പെടുക എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാ തരത്തിലും ഈ കുറ്റകൃത്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുറ്റം എന്ന് പറയുന്നത്, ക്രൈം എന്ന് പറയുന്നത് മനുഷ്യനുമായിട്ട് സ്ഥായിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം തൊട്ട് മരണം വരെയും മരണം കഴിഞ്ഞും നിലനിൽക്കും ക്രൈമുകൾ. കാരണം ആ മനുഷ്യൻ ചെയ്ത ക്രൈമുകൾ അവിടെ നിലനിൽക്കാം, മനുഷ്യനെ അവിടെ നിന്ന് മായുന്നുള്ളൂ എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഈ ക്രൈം എന്ന് പറയുന്നത് ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം തന്നെ. അതിനെ ബേസ് ചെയ്തിട്ട് പ്രത്യേകമായിട്ട് എഴുതുന്നു എന്നില്ല. അത് ഓരോ ആളുകളിപ്പം എല്ലാ കാലത്തും ക്രൈം വായിക്കപ്പെട്ടിട്ടുണ്ട്, ഇന്നും വായിക്കപ്പെടുന്ന പോലെ തന്നെ. ഇപ്പോൾ അതാ ക്രിസ്റ്റിയുടെ ഈ നേരത്തെ താങ്കൾ ഉദാഹരണം പറഞ്ഞ എല്ലാ എഴുത്തുകാരും ഇതിനു മുമ്പ് വായിക്കപ്പെട്ടിട്ടുള്ളതാണ്. എനിക്കൊരു അഭിപ്രായമായിട്ട് പറയാനുള്ളത്. ഇന്ദുവിലേക്ക് തന്നെ വരാമെന്ന് തോന്നുന്നു. ഇന്ദുഗോപൻ്റെ പ്ലോട്ടുകൾ, അതായത് ഇന്ദുഗോപൻ കഥയ്ക്ക് തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ ഭയങ്കര വ്യത്യസ്തമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് മറ്റേ വിലായത് ബുദ്ധ, റോറോ എക്സ്പ്രസ്, അങ്ങനെ തുടങ്ങി ഒരു ഇന്ദുവിൻ്റെ ഏത് പുസ്തകം എടുത്ത് നോക്കിയാലും അതിൻ്റെ പ്ലോട്ട് നമ്മളാരും വിചാരിക്കാത്ത ഒരു തരത്തിലുള്ളതാണ്. അപ്പോൾ ഈ പ്ലോട്ടുകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഇന്ദു വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഒരു സവിശേഷ ശ്രദ്ധ പുലർത്തുന്നതിൽ ഇന്ദുഗോപൻ്റെ ഒരു ജേർണലിസ്റ്റാണ്. അപ്പോൾ ജേർണലിസ്റ്റാണ് എന്നുള്ളത് തന്നെ ഇന്ദുവിനെ സഹായിക്കുന്നുണ്ടോ ഈ പ്ലോട്ടുകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ? അല്ല, ഉണ്ട്. ജേർണലിസത്തിൻ്റെ ടൂൾസ് നമ്മൾ എന്തായാലും ഉപയോഗിക്കുന്നുണ്ടല്ലോ. അത് നമ്മുടെ പിന്നെ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ലെവലിങ്ങിലാണ് ഈ ടൂൾസ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം വെച്ചാൽ എല്ലാവർക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ആൾക്കാരിലേക്ക് എത്തണം, അതിനൊരു തട്ടും തടവും ഉണ്ടാവരുത് എന്നുള്ള ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ. അതിൽ പിന്നെ ക്രൈം വരുന്നു എന്നുള്ളത് നമ്മളീ പറഞ്ഞ കണക്കുള്ളൊരു അതിനെ കുറ്റമായിട്ടും അല്ലാതെയും കാണുന്നവരുണ്ടാവാം. മജീദ് പറഞ്ഞ വളരെ കറക്റ്റായി. ലോകത്തിൽ തന്നെ ഒരു മൊത്തമുള്ളൊരു കോൺസ്പിറസിയിലാണ്. അതിൽ നിന്ന് നമ്മുടെ ഈ പീനൽ കോഡിൽ നിന്ന് തെറ്റി മാറി എങ്ങനെ നിൽക്കാം എന്നുള്ള നിലയ്ക്കാണ് നമ്മളൊക്കെ എന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ പല രീതിയിലും ഇതായിട്ടിരിക്കുകയും സ്വസ്ഥമായിട്ടിരിക്കുകയും ചെയ്യുന്നത്. അതിന് എങ്ങനെ പിന്നെ അതിലംഘിക്കുന്നവരാണ് മാന്യരായിട്ടും അല്ലാത്തവരും ഇരിക്കുന്നത്. അത് എപ്പോഴും ഈ വാസന പിന്തുടരുക, അല്ലെങ്കിൽ യാദൃച്ഛികതകൾ, ഇതിൻ്റെ ഒരു ഭയങ്കരമായ ഒരു കോറിലേഷനാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണമായിട്ട് ഞാനൊരു ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ, ഞാൻ കള്ളൻ്റെ ഒരു ആത്മകഥ എഴുതി. എനിക്ക് അന്നത്തെ ഭയങ്കര ഐ ഓപ്പണറായിരുന്നു. എന്നുവെച്ചാൽ എൻ്റെ അച്ഛൻ്റെ അനിയനും ഈ തസ്കരനും കളിക്കൂട്ടുകാരായിരുന്നു. അപ്പം എൻ്റെ അച്ഛൻ്റെ അനിയൻ SSLC കഴിഞ്ഞിട്ട് രക്ഷപ്പെടാനായിട്ട് അമ്മുമ്മയുടെ നിന്ന് അവരുടെ കാൽപ്പട്ടകത്തിൽ നിന്ന് പണം എടുത്തുകൊണ്ട് താഴോട്ടിറങ്ങി വന്നപ്പോഴത്തേക്ക് ഈ പിൻകാലത്തെ ഈ കള്ളനായ ആളെയാണ്. അന്ന് അയാൾ പറഞ്ഞിടാ ഇത് പൈസ ഇങ്ങനെ എടുത്ത് മോഷ്ടിച്ചിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നത് ശരിയല്ല. അപ്പം ഇദ്ദേഹം അതിനെ ന്യായീകരിച്ചു. അങ്ങനെയല്ലടാ, നമ്മൾ രക്ഷപ്പെടാനല്ലേ പൈസ ഇതിൻ്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അത് പണം മാത്രമേ, അത് പിന്നെ കടലാസ് മാത്രമേ ആവുന്നുള്ളൂ. പ്രയോഗത്തിൽ വരുമ്പോഴാണ് അത് പണമായി മാറുന്നത്. പിൻകാലത്ത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം ഈ പണം അമ്മുമ്മയുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ ആൾ ജയിലിൽ ചീഫ് വെൽഫെയർ ഓഫീസറായിട്ട് വരിക.
അപ്പോഴത്തേക്ക് അദ്ദേഹം ഇങ്ങനെ നടന്ന് ജയിലിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരാൾ ഇങ്ങനെ ഇയാളുടെ പേര് വിളിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഇത് കക്കരുത് അല്ലെങ്കിൽ മോഷ്ടിക്കരുത്, അത് മോഷണമല്ലേ എന്ന് ഇതായിട്ട് ചോദിച്ച ഒരാളും അതിന് ന്യായീകരണം പറഞ്ഞാലും രണ്ടുപേരും രണ്ട് സ്ഥലത്താണ്. ഒരാൾ കള്ളനായിട്ടും മറ്റേ അദ്ദേഹം ഇവിടുന്ന് പോയാൽ കുറ്റശാസ്ത്രത്തിൽ ക്രിമിനോളജിയിൽ PhD എടുത്ത് ഇത് കഴിഞ്ഞ് വന്നിരിക്കുന്ന ഈ യാദർശികതകളാണ് നമ്മളെ ഈ രണ്ട് തോതുകളിലേക്ക് എത്തുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പിന്തുടർച്ച എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മുടെ ഈ വാസന ഉണ്ടെങ്കിൽ വാസനയെ പിന്തുടരുക എന്ന് പറയുന്നൊരു ഒരു സംഭവമുണ്ട്. അതിലും നമുക്ക് പിന്നെ ഇപ്പം ഈ വാസനയെ പിന്തുടർന്നു കഴിഞ്ഞാൽ നല്ല വാസനയും കുറ്റവാസനയും മാറി ഇത് ചെയ്യും. അപ്പം മനോജ് സ്പോർട്സ് ലേഖനായിട്ട് ഞാൻ ഉദാഹരണം പറയാം. അതിന് പ്രകൃതി കൂട്ടു നിൽക്കുകയും ചെയ്യും. അതിൻ്റെ ഏറ്റവും ഭയങ്കര ഉദാഹരണം പറഞ്ഞാൽ രാഹുൽ ദ്രാവിഡ് ഭയങ്കര ഒരു ബാറ്റ്സ്മാനായിരുന്നു. അതേ സ്റ്റൈലിൽ വന്ന ഒരു ബാറ്റ്സ്മാനാണ് ചേതേശ്വർ പൂജാര. ചേതേശ്വർ പൂജാര 3000 റൺസ് തികഞ്ഞ എത്ര ഇന്നിങ്സിലാണ് അതേ ഇന്നിങ്സിൽ അത്രാമത്തെ ഇന്നിങ്സിൽ തന്നെ ചേതേശ്വർ പൂജാര 3000 റൺസ് ടെസ്റ്റിൽ തികച്ചു. ഓക്കെ, യാദൃശ്ചികതയാണ്. 4000 റൺസ് എത്രയാണ് ഇപ്പം 85 വിചാരിക്കുക. അതേ ഇന്നിങ്സിൽ നമ്പർ ഓഫ് ഇന്നിങ്സിൽ തന്നെ പിന്നെ പൂജാരയും തയ്ക്കുന്നു. ഓട്ടെ 5000 അങ്ങനെ 3 തവണത്തെ സംഘങ്ങൾ അങ്ങപ്പം അതാ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഗൂഢാലോചന പദ്ധതികളിൽ നമ്മൾ എഴുതി വയ്ക്കുന്ന സാധനത്തിൻ്റെ അകത്ത് ഇത്തരം ഇടപെടലുകളുണ്ട്. വാസനയെ പിന്തുടർച്ചകൾ, യാദർശ, ഇതൊക്കെ കൂടെ ചേർന്നുള്ള വലിയ ഗൂഢാലോചന പദ്ധതി നമ്മൾ ഉണ്ടാക്കുന്നതല്ല, അത് ഈ പ്രപഞ്ചത്തിൽ ഉള്ള. അത് എഴുതി വയ്ക്കുമ്പോഴാണ് നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ ഓണറിന് ഭയങ്കരമായ ഒരു സ്വീകാര്യത വരുന്നത്. IIT മദ്രാസ് മലയാളികൾ വളരെ ശ്രദ്ധയോടെ വായിച്ചൊരു പുസ്തകമാണ്. ഞാനൊക്കെ ആണെങ്കിൽ കമ്പോട് നമ്മൾ പറയില്ലേ, അങ്ങനെ അത്ര ഉദ്യോഗത്തോടെ വായിച്ചൊരു നോവലാണ്. വളരെ കൈയടക്കത്തോടെ എഴുതിയൊരു നോവലാണ്. പക്ഷേ അതിൻ്റെ ഒരു ഭാഗം എത്തുമ്പോഴത്തേക്കും അതിൻ്റെ പേസ് കുറഞ്ഞായിട്ട് തോന്നിയിട്ടുണ്ട് ചിലപ്പം. അത് എൻ്റെ വായനക്കാരെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ഭാഗം വരുന്നത് കുറച്ചും കൂടെ നല്ലത്, ചിലർ പറയുന്നത് അതിൻ്റെ അവസാന ഭാഗം വരുന്നത് നല്ലത്. അങ്ങനെ ഒരു പേസ് കുറഞ്ഞതായിട്ട് അത് എഴുത്തിൻ്റെ ഒരു കൈയടക്കത്തിൻ്റെതാണോ ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് നടത്തി നോക്കിയതാണോ? അത് നമ്മൾ ഈ IIT മദ്രാസിൻ്റെ ആമുഖത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത് ഇതൊരു ക്രൈം ത്രില്ലർ അല്ല എന്നാണ്. ഈ ക്രൈം ത്രില്ലർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു കള്ളിയിലേക്ക് ഇടുക എന്ന് പറയുന്ന ഒരു സ്വഭാവം മലയാളികൾക്കുണ്ട്. അപ്പോൾ ക്രൈം ത്രില്ലർ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ വളരെയധികം വിറ്റുപോകുന്ന ഒരു ജോണറായതുകൊണ്ട് അതിനുള്ള ഒരു പ്രധാന ക്യാരക്ടറിസ്റ്റിക്സ് ഇതാണ്. ഈ ഹൂ ഡൺ ഇറ്റ് എന്ന് പറയുന്ന ഒരു കുതൂഹലം. ആ കുതൂഹലം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. പിന്നെ ഒരു രണ്ടാം വായനയ്ക്ക് ക്രൈം ത്രില്ലറുകൾ സാധാരണ നമ്മൾ വിളിക്കുന്ന ക്രൈം ത്രില്ലറുകൾ ഒരു രണ്ടാം വായനയ്ക്ക് ആരും മുതിരാറില്ല. അപ്പോൾ അതിനെ അതിലംഘിക്കണം. ഈ പുസ്തകം രണ്ടാമത് ആൾക്കാർക്ക് വായിക്കാൻ തോന്നണം എന്നുള്ള ചിന്തയുടെ ഒരു ഉൽപ്പന്നമാണ് ഈ IIT മദ്രാസ് എന്ന് പറഞ്ഞ പുസ്തകം തന്നെ. അപ്പോൾ അതിനെ ഇത് ചെയ്യാനായിട്ട് ഈ ഹൂ ഡൺ ഇറ്റ് എലിമെൻറ്റ് എന്ന് പറയുന്നതിന് വായിച്ച് പോകെ പ്രാധാന്യം കുറഞ്ഞു വരികയും ആരെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഈ നോവൽ വായിക്കാൻ എനിക്ക് ഭയങ്കര രസമുണ്ട് എന്ന് വരുത്തി തീർക്കുകയും പിന്നീടുള്ള രണ്ടാം ഭാഗം ഈ കുറ്റാന്വേഷണം എന്ന് പറഞ്ഞ ഒരു പാർട്ട് കഴിഞ്ഞിട്ട് രണ്ടാം ഭാഗം എഴുതുമ്പോൾ ആദ്യ ഭാഗം രസമുണ്ടായിരുന്നു, രണ്ടാം ഭാഗം പോയി എന്ന് ആൾക്കാർ പറയുക എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് അതിലുണ്ട്. അപ്പോൾ അതും ഒരു വെല്ലുവിളിയായിട്ട് എടുത്തിട്ടാണ് രണ്ടാം ഭാഗവും എഴുതിയത്. കാക്കി എന്ന് പറഞ്ഞ രണ്ടാം ഭാഗവും. രണ്ടാം ഭാഗം നല്ല വായനക്കാരെന്ന് നമ്മൾ കരുതുന്നവർ രണ്ടാം ഭാഗം സൂപ്പറായി എന്നും പറഞ്ഞു. നമ്മൾ നല്ല വായനക്കാരല്ല എന്ന് കരുതുന്നവരല്ല, നല്ല ത്രില്ലിൽ വായിക്കുന്നവർക്ക് ഒന്നാം ഭാഗവും ഇഷ്ടമായി എന്ന് പറഞ്ഞു. അതൊരു പരീക്ഷണം നടത്തിയതാണ്. പാളിപ്പോകേണ്ടുന്ന ഒരു പരീക്ഷണമായിരുന്നു. വിജയകരമായി വിജയിച്ചു എന്ന് ഞാൻ വിചാരിക്കണു. വിജയിച്ചു. വായനക്കാരും അങ്ങനെ കരുതുന്നുണ്ടെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. ബ്യൂസെഫലസ് എന്ന നോവല് വളരെ ശ്രദ്ധേയമായൊരു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. അത് പൂർണ്ണമായും കത്തുകളുടെ രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു വെല്ലുവിളിയല്ലേ? അത് ചിലപ്പോൾ ഇപ്പം നമ്മൾ മണികണ്ഠൻ പറഞ്ഞ പോലെ ചിലപ്പോൾ പാളിപ്പോകാൻ ഇടയായേക്കാവുന്ന ഒരു പരീക്ഷണമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? മനോജുട്ട, അത് ഞാൻ എല്ലാ നോവലുകളും ഇങ്ങനെ എന്തെങ്കിലും പരീക്ഷണങ്ങൾ കൊണ്ട് നടക്കാറുണ്ട്. അത് എനിക്കൊരു എന്താ സംഭവിച്ചാൽ നമുക്ക് പുതിയതിനോട് തോന്നുന്ന ചില ഇഷ്ടങ്ങളുണ്ടല്ലോ, മൂടി വെച്ചതിനോടൊക്കെ തോന്നി ഇതൊന്ന് തുറന്ന് നോക്കാനൊക്കെ തോന്നുന്നൊരു ഇഷ്ടം, അങ്ങനൊരു ഇഷ്ടത്തിൻ്റെ പുറത്ത് ചെയ്തതാണ്. പിന്നെ ഈ പറയുന്നത് പോലെ നമ്മൾ എന്ത് പരീക്ഷണം നടത്തുമ്പോഴും അതിനൊരു പാളിപ്പോവാനുള്ള സാധ്യത ഏറ്റവും അധികമാണ്. അത് വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവായിട്ട് നിൽക്കുന്നു, പാളിപ്പോവാനുള്ള സാധ്യത ഏറ്റവും അധികമായിട്ട് നിൽക്കുന്നു.
അപ്പം കത്തുകളുടെ രൂപത്തിൽ എഴുതിയപ്പെട്ട കുറേ നോവലുകളുണ്ട്, അല്ലെങ്കിൽ കത്തുകൾ, ഡയറികൾ എന്നൊക്കെ പറയും. ഒരുപാട് ലോക സാഹിത്യത്തിൽ തന്നെ നമുക്കിപ്പോൾ ഡ്രാക്കുളൊക്കെ ആ ഒരു രൂപത്തിൽ എഴുതപ്പെട്ടൊരു സാധനമാണ്. അതിന് മലയാളത്തിലും ഒരുപാടുണ്ട്. CR എഴുതിയിട്ടുണ്ട്. അങ്ങനെ കുറേ എഴുത്തുകളുണ്ട്. അപ്പം എഴുത്തുകാരന് കിട്ടുന്ന ഒരു കത്ത്, അതിൻ്റെ അകത്ത് ഒരു രസം ഉണ്ടാവുമല്ലോ, ഇയാൾ ഈ കത്തുകളിലൂടെ എന്താണ് പറയുന്നതെന്നുള്ളത്. ഈ ഒരു കൗതുകവും ആണ് എന്നെ അത് എഴുതാൻ പ്രേരിപ്പിച്ചത്. ഇങ്ങനൊരു കത്തുകൾ എഴുതിയ കുറേ കത്തുകൾ ഒരു പസിൽ പോലെ വെച്ചിട്ട് ഇതൊന്ന് അവസാനം എല്ലാ കത്തുകളും വായിച്ചു തീരുമ്പോൾ ഒരു ഉത്തരം കിട്ടും. അങ്ങനെ ഒരു പരീക്ഷണം നടത്തി നോക്കിയാണ്. അത് എത്രത്തോളം വിജയിച്ചെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കൊരു സന്തോഷമുണ്ട്, ഞാനൊരു പുതിയ പരീക്ഷണം കൂടെ നടത്തി എന്നൊരു സന്തോഷമുണ്ട്. റെഹാനാണെങ്കിൽ എല്ലാ നോവലിലും ഇത്തരം പരീക്ഷണങ്ങൾ ശ്രമിക്കാറുമുണ്ട്. ഉണ്ട്. അതെന്താ വെച്ചാൽ എനിക്ക് പുതിയത് എന്തെങ്കിലുമൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പുതിയത് പഠിക്കാൻ ഇഷ്ടമാണ്. നമ്മളൊരു നോവൽ എഴുതുമ്പോൾ കുറേ പുതിയ കാര്യങ്ങൾ ഞാനും കൂടെ പഠിക്കുന്നുണ്ട്. ഒരു കാര്യം അന്വേഷിച്ച് പോകുമ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ അറിയാം. ആ പഠനത്തിൻ്റെ ഒരു ഭാഗവും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ചില പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ഞാൻ എന്താ പറയുക, ആൾക്കൂട്ടത്തിലൂടെ നടക്കാതെ ഒന്ന് തെന്നി മാറി നടക്കുന്നു എന്നുള്ളൊരു സന്തോഷവും കൂടെ ഉണ്ട്. അതെത്ര ഇതാവുന്നെന്ന് എനിക്കറിയില്ല. ഞാനിത് പറയുമ്പോൾ എനിക്കൊരു ഓർമ്മ വരുന്നൊരു സാധനം, ഇതൊരു നെഗറ്റീവ് ഷെയ്ഡാണെങ്കിലും ഒരു സിനിമയിൽ പട്ടാളക്കാരൻ കേണൽ എന്ന് പറയുന്ന മറ്റേ ശ്രീനിവാസൻ്റെ സിനിമയിലെത്ത് അയാൾ മാത്രം തിരിഞ്ഞ് നടക്കുന്നൊരു സീനുണ്ട്. അതുപോലെയാണ് എനിക്കത് ഓർമ്മ വന്നത്. അതൊരു തമാശക്കാണെങ്കിൽ പോലും ആൾക്കൂട്ടത്തിനല്ലാതെ ഒറ്റയ്ക്ക് നടക്കുക എന്നുള്ളൊരു ചെറിയൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ചെയ്യുന്നത്. ഒരു പുസ്തകത്തിൻ്റെ പേര് നമ്മൾ പറയും ഒരു മനോഹരമായ വീടിൻ്റെ അതിമനോഹരമായ പൂമുഖം പോലെയാണെന്ന്. അതിഥികളെ വീട്ടിലേക്ക് സ്വീകരിച്ച് അനയിക്കുന്ന പൂമുഖം പോലെയാണ് പേര്. എനിക്ക് ആ ചെമ്പിലമ്മിണി കൊലക്കേസ് എന്ന പേരും എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പം മജീദ് പുസ്തകം എഴുതാൻ തീരുമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ പേര് തിരഞ്ഞെടുക്കുമ്പോൾ, കഥാപാത്രങ്ങളെ സ്വീകരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എന്ത് ശ്രദ്ധയാണ് പുലർത്തുന്നത്? അതായത് ആൾക്കാരെ കൂടുതൽ ക്ഷണിക്കുന്ന തരത്തിലുള്ള, അതായത് ചെമ്പിലമ്മിണി പോലെയുള്ള ഒരു ശ്രദ്ധയും പുലർത്താറില്ല. ഈ ചെമ്പിലമ്പിളി കൊലക്കേസിലെ ഒരു മർഡർ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കണ്ടതാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ഒരു സ്ത്രീയുടെ ബോഡി ഒരു റെയിൽവേ ട്രാക്കിൽ വന്ന് കിടക്കുന്നത് ഞാൻ ആദ്യമായിട്ട് പോലീസ് നായെ കാണുന്നത് അന്നാണ്, എൻ്റെ വളരെ ചെറുപ്പത്തിൽ. എൻ്റെ ഉമ്മയുടെ ഒരു അകന്ന ബന്ധുവായിരുന്ന പോലീസ് നായെ കൊണ്ടുവന്ന ട്രെയിനർ പോലീസുകാരൻ. അപ്പോൾ അയാൾ പോലീസ് നായായിട്ട് ഓടുന്ന വഴിക്ക് ഉമ്മായും ഞാനും വഴി നിൽക്കുമ്പോഴത്തേക്ക് ഉമ്മയോട് കുശലവും കൂടി ചോദിച്ചിട്ടാണ് അയാൾ ഈ പട്ടിയായിട്ട് പോയത്. പക്ഷേ കേസ് തെളിഞ്ഞിട്ടില്ല. അപ്പോൾ എഴുതി വന്നപ്പോൾ ആ ചെമ്പിലമ്മണി എന്ന് പറയുന്ന ഒരു പേരെടുത്ത് അങ്ങനെ ഉപയോഗിച്ചെന്നുള്ളൂ. പിന്നെ ഒരു പുസ്തകത്തിൽ അങ്ങനെ ഒരു ബോധപൂർവമായ തലക്കെട്ട് ഞാൻ ആലോചിക്കാറില്ല. ആലോചിച്ചാൽ നല്ലതൊന്നും കിട്ടുകയില്ല. ആലോചിക്കാതെ തന്നെയാണ് ചെമ്പിലമ്മിണി കൊലക്കേസ് എന്ന തലക്കെട്ട്. അതെ. ഹിന്ദുവിലേക്ക് വരാം. ഹിന്ദു സിനിമാ ഫീൽഡിലും കൂടെ നന്നായിട്ട് ഇതിൽ പലരും സിനിമാ ഫീൽഡിലും കൂടെ ശ്രദ്ധിക്കുന്നവരാണ്. ഈ വായനക്കാരും സിനിമാ ആസ്വാദകരും രണ്ട് തരത്തിൽപ്പെട്ടവരാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇത് പുസ്തകമാക്കുമ്പോൾ, അല്ലെങ്കിൽ പുസ്തകം സിനിമയാക്കുമ്പോൾ ഇതിൻ്റെ ഇടയിലൊരു പുസ്തകം സിനിമ എന്ന ഒരു ഇടയ്ക്കുള്ളൊരു മതിലുണ്ട്. ഇതിനെ മറികടക്കുന്നത് എങ്ങനെയാണ്? അതിപ്പോൾ എഴുതുമ്പോൾ തന്നെ മനസ്സിൽ നമ്മൾ സിനിമയായിട്ട് തന്നെ രൂപപ്പെടുത്തുന്നുണ്ടോ? അങ്ങനെയില്ല. അങ്ങനെ പുസ്തകമായിട്ട് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ആ പുസ്തകമായിട്ടാണ് എഴുതുന്നതും അതിൻ്റെ വായനക്കാരെയാണ് ഇത് ചെയ്യുന്നത്. അത് വായനക്കാരുണ്ടാക്കുന്ന അവരുടെ ഭാവനയുടെ ഒരു പ്രപഞ്ചം ഉണ്ടാക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ളതും മാത്രമേ നല്ല പുസ്തകങ്ങളായിട്ട് നിൽക്കത്തുള്ളൂ. ആ റീഡറാണ് അതിൻ്റെ അകത്തു നിന്നുള്ള ഈ പ്രപഞ്ചത്തിനെ വേറെ വ്യാപ്തിയിലേക്ക് എത്തിക്കുന്നത്. സിനിമ എന്ന് പറയുന്നൊരു സംഗതി അതൊരു സംവിധായകൻ്റെ ഒരു കോർഡിനേഷനാണ്, കാഴ്ചയുടെ ഒരു കോർഡിനേഷനാണ്. ഒരുപാട് കലാകാരന്മാരുടെ കാഴ്ചയെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒറ്റ കാഴ്ചയാക്കി നമുക്ക് തരിക ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഈ കാഴ്ചക്കാരൻ അതിൻ്റെ അകത്ത് കാര്യമായി പങ്കെടുക്കുന്നില്ല. അതാണ് ഈ പുസ്തകവും സിനിമയും തമ്മിലുള്ള വലിയ വ്യത്യാസം. അപ്പോൾ നമ്മളൊരു പുസ്തകം എഴുതി വയ്ക്കുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഉള്ള അത് സിനിമയാക്കപ്പെടാനായി എഴുതി വയ്ക്കുക എന്ന് പറയുന്നത് ഇതിലൊരു മൗഢ്യമുണ്ട്. മറ്റേതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്നുള്ള ദൃശ്യത്തിൻ്റെ ചില എലിമെൻസിൻ്റെ സാധ്യതകളെ തൊട്ടെടുത്തുകൊണ്ട് അതിനൊരു ഒരു 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 കഥയുടെ ഒരു പാറ്റേൺ, അവരുടേതായ പാറ്റേൺ, ദൃശ്യത്തിൻ്റെതായ പാറ്റേണിൻ്റെ ഒരു സാധ്യതയാണ് സത്യത്തിൽ ഇത് വായിക്കുന്ന സിനിമാക്കാർ അന്വേഷിക്കുന്നൊരു സാധനം. അതിനെ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പോവുക എന്ന് പറയുന്ന ഒരിതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് മറ്റതിൽ നമ്മളിപ്പം ക്രൈം ആണെങ്കിൽ പോലും ഈ ഓരോ വായനക്കാരൻ കൃത്യമായിട്ട് ഇതിൻ്റെ ഈ ക്രൈമിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ക്രൈമിൽ കാര്യമായി പങ്കെടുക്കുന്നെന്ന് പറയുന്നൊരു സംഭവമുണ്ട്. മറ്റതിൽ അങ്ങനില്ല, സിനിമയിൽ അതില്ല. അതിൻ്റെ ഒരു വലിയ വ്യാഖ്യാതാവ് എന്നുള്ള നിലയ്ക്കുള്ള ഒരാൾ, ഒരു സർവ്വ പ്രജാപതിയായിരിക്കുന്ന ഒരു സംവിധായകൻ
നിങ്ങൾക്ക് കാണിച്ചു തരുന്നൊരു കാഴ്ചയാണ്. അതിൻ്റെ അത് നമ്മൾക്ക് ആ കാഴ്ചയിൽ നിന്ന് പറന്നു മാറാനുള്ള പരിമിതിയുണ്ട്. വായനയെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഒരിക്കലും അങ്ങനല്ല. അത് നമ്മൾ പങ്കെടുക്കുക. അതുകൊണ്ടാണ് ഈ പറയുന്നതിനൊക്കെയുള്ള അല്ലെങ്കിൽ ഒരു പുസ്തക രചന അല്ലെങ്കിൽ ഒരാളുടെ സംഗതി വേറെ വലിയൊരു ഉപരികലയാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് ഒരുപാട് ആൾക്കാരുടെ മനസ്സിൽ നിന്ന് പല പല പ്രപഞ്ചങ്ങളിലേക്ക് അത് മാറുക ചെയ്യുന്നത്. മറ്റത് ഒരു കാഴ്ചയിലേക്ക് അതിനെ പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് പുസ്തകം ഇതുമായിട്ടൊരു ചോദ്യമില്ല. നമ്മളൊരു ബേസിക്കലി ഒരു റൈറ്ററാണ്. ഒരു സിനിമ ആയി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സാധ്യതകളെ ഇതിൽ കൊടുക്കുകയും നമ്മളതിൻ്റെ കൂട്ടിരിക്കുകയും ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ തുടർച്ച തന്നെ ഒരു ചോദ്യമാണ് മണികണ്ഠനോട് ചോദിക്കാനുള്ളത്. അതായത് നമ്മൾ പുസ്തകങ്ങൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, സിനിമകളിലേക്ക് വഴി തുറക്കാൻ വേണ്ടിയുള്ള ജാലകങ്ങളായിട്ട് പുസ്തകങ്ങളെ കരുതുന്നവരുണ്ട്. പക്ഷെ അത്തരം ഒരു എഴുത്ത് വരുമ്പോൾ ഈ നമ്മൾ എന്താ പറയുക, എഴുത്തിൻ്റെ ഒരു ആത്മാവിനെ ഇല്ലാതാക്കേണ്ടി വരുന്നുണ്ടോ, കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നുണ്ടോ? അതായത് നമ്മൾ ഈ പുസ്തകം എഴുതുന്നു, ഇത് നമ്മൾ വിചാരിക്കുന്ന ഒരു 5 കൊല്ലം കൊണ്ട് നമ്മൾ സിനിമയാക്കാൻ പറ്റുന്നു, അത് ഇന്നയാളായിരിക്കും നായകൻ, ഇന്നയാളായിരിക്കണം വില്ലൻ, ഇന്നയാളായിരിക്കണം നായിക എന്നൊരു കൺസെപ്റ്റ് വെച്ചിട്ട് എഴുതാറുണ്ടോ? അങ്ങനെ ചില സാധനങ്ങൾ ഇങ്ങനെ തോന്നാറുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ പുസ്തകത്തിൻ്റെ ആത്മാവിനെ, എഴുത്തിൻ്റെ ഒരു ആത്മാവിനെ ഇല്ലാതാക്കേണ്ടി വരാൻ സാധ്യതയില്ലേ? 200% സാധ്യതയുണ്ട്. അങ്ങനെ സിനിമയാക്കാം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എഴുതാൻ തീരുമാനിച്ചാൽ അതിലെ സാഹിത്യം അതിഭീകര കോംപ്രമൈസ് ചെയ്യപ്പെടേണ്ടി വരും. യാതൊരു സംശയവുമില്ല, അത് അങ്ങനെ തന്നെയാണ്. ഈ സിനിമ എന്ന് പറയുന്ന മാധ്യമം, നമ്മൾ കഥ അല്ലെങ്കിൽ നോവൽ എന്ന് പറയുന്ന മാധ്യമം മനസ്സിലാവാത്ത പൊട്ടന്മാരും പൊട്ടികളുമാണ് അങ്ങനെ വിചാരിച്ചിട്ട് ചെയ്യുള്ളൂ എന്നാണ് എൻ്റെ ധാരണ. പിന്നെ ഇപ്പം ഇന്ദു പറഞ്ഞ ഇത്, നമ്മൾ ഇന്ദുവിനോട് ചോദിച്ച ചോദ്യത്തിലേ നമ്മളുടെ ഒരു നോവൽ സിനിമയാക്കുമ്പോൾ ഞാൻ പല ഉദാഹരണങ്ങളിലും വെച്ച് പഠിച്ചിട്ടുണ്ട്. ഈ എഴുതിയ ആൾ തന്നെയാണ് സ്ക്രിപ്റ്റ് എഴുതുന്നതെങ്കിൽ അയാൾക്ക് ആ സ്വന്തം കൃതിയോട് ഒരു ഒബ്സഷൻ ഉണ്ടാവും. ഈ ഒബ്സഷനൊന്നും സിനിമയിൽ യാതൊരു സ്ഥാനവുമില്ല. അവിടെ വേറൊരു ടീമിൻ്റെ വേറൊരു കാഴ്ചയായിരിക്കും നമ്മൾ എഴുതി കൊടുക്കാൻ പറയണത്. അപ്പോൾ അവിടെ ഈഗോ ക്ലാഷ് വരും. അപ്പോൾ നമ്മൾ തന്നെ എഴുതി നമ്മൾ തന്നെ സംവിധാനം ചെയ്യുകയാണെങ്കിലാണ് പിന്നെയും അത് നടക്കുള്ളൂ. അങ്ങനെയുള്ളതിൽ പോലും ഈ മൂലകൃതി, സ്വന്തം മൂലകൃതിയോടുള്ള ഒബ്സഷൻ കാരണം പാളിപ്പോയ ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെ നമ്മുടെ മുമ്പിലുണ്ട്. അതിന് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമായിട്ട് എങ്ങനെ സ്വന്തം കൃതിയെ സിനിമയാക്കുമ്പോൾ എന്തൊക്കെ കളയണം, ത്യജിക്കണം, വളരെ ഭംഗിയുള്ളതെന്ന് നമുക്ക് തോന്നുന്ന പലതും കാട്ടിക്കളയണം എന്ന് ചെയ്തത് ഉദകപ്പോള തൂവാനത്തുമ്പികളാക്കിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉദകപ്പോള നോവൽ തൂവാനത്തുമ്പികൾ സിനിമയായി ഇപ്പോൾ പത്മരാജന് ആ സെൻസ് അതിഭയങ്കരമായിട്ടുള്ളത് കൊണ്ട് അതങ്ങനെ ആക്കി എന്നാണ് എനിക്ക് തോന്നിയത്. ബാക്കി പലതും ഞാൻ കണ്ടേക്കണത് എഴുത്തുകാരൻ എഴുതുന്ന സമയത്ത് കിട്ടിയ ഒരു അഭിരമിക്കൽ സിനിമയാകുമ്പോൾ കുടഞ്ഞു കളയാൻ പറ്റാത്ത രീതിയിൽ ഒരു അപകടം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു പുസ്തകത്തെ മറ്റൊരാൾ തിരക്കഥയാക്കുമ്പോഴാണോ ഈ അപകടം ഉണ്ടാവുക? മറ്റൊരാൾ തിരക്കഥയാക്കുമ്പോൾ നമ്മൾക്കതിൽ റോളൊന്നുമില്ലെങ്കിൽ പേടിക്കില്ല. അയാളുടെ കാഴ്ചയിൽ അയാൾ സിനിമയാക്കും. പക്ഷേ പൊതുവിൽ അങ്ങനെ ആക്കുമ്പോൾ നശിപ്പിച്ച് എന്ന് പറഞ്ഞ് കരച്ചിലൊക്കെ പൊതുവെ കാണാറില്ലേ? ഉണ്ട് അങ്ങനെ ഉണ്ട്. ഞാൻ വിചാരിച്ച ആംഗിളല്ല അതുകൊണ്ട് നശിപ്പിച്ചു എന്ന് പറയാറുണ്ട്. പല വിവാദങ്ങൾ നമ്മൾ കേട്ടിട്ടുമുണ്ട്. കഥ സിനിമയ്ക്ക് വേണ്ടി നമ്മളുടെ കഥ കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ അയാളത് എങ്ങനെ വേണമെങ്കിൽ എടുക്കും. ചിലപ്പോൾ അതിൽ നിന്ന് 1% എടുക്കുള്ളൂ ആയിരിക്കും. അങ്ങനെ ഉണ്ട്. പിന്നെ എനിക്ക് സിനിമയിൽ സ്ക്രിപ്റ്റ് എഴുതിയ എക്സ്പീരിയൻസുകളേ ഉള്ളൂ, സിനിമയായ എക്സ്പീരിയൻസുകളില്ല ആ സ്ക്രിപ്റ്റൊന്നും. അതുകൊണ്ട് ആ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന ലെവലിൽ ഇന്ദു ഒക്കെ എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. അതായത് അവിടെ നമ്മൾക്ക് നമ്മളുടെ ഈഗോയോ നമ്മളുടെ ഒരു ആർട്ട് സെൻസൊന്നും അത്ര യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമല്ല, അതൊരു ബിസിനസ്സാണ്. അവിടെ കോംപ്രമൈസുകൾ ധാരാളം വേണ്ടി വരും. അപ്പം നമ്മുടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് അങ്ങനെ അത്ര അധികം കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലെ സ്ക്രിപ്റ്റുകളെല്ലാം എത്രയും പെട്ടെന്ന് സിനിമകളാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശംസിക്കാം. പരീക്ഷണങ്ങളോട് എന്നും ചേർന്ന് നിൽക്കുന്ന ആളാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പുതിയ കുറ്റാന്വേഷണ എഴുത്തുകളിലെ പരീക്ഷണങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ എനിക്കറിയാം, എൻ്റെ ഒരു സുഹൃത്ത് തന്നെ മാനുവൽ ജോർജ് എഴുതിയൊരു പുസ്തകത്തിൽ അതിൻ്റെ ടാഗ് ലൈൻ തന്നെ കുറ്റമാണ് മറഞ്ഞിരിക്കുന്നത്, കുറ്റവാളിയല്ല. കുറ്റവാളി ആരാന്ന് നമുക്ക് ആദ്യം അറിയാം. അവരെന്ത് ക്രൈം ചെയ്തു എന്നുള്ള പരീക്ഷണമാണ് അതിൽ നടത്തുന്നത്. അവസാനം വരെ നമ്മളെ വായിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ്. അപ്പോൾ അത്തരം
പരീക്ഷണങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? അല്ലെങ്കിൽ എഴുത്തിൽ റിഹാനെ ഭയങ്കരമായിട്ട് പ്രചോദിപ്പിച്ച ഒരു പുസ്തകം, അല്ലെങ്കിൽ എനിക്കിങ്ങനെ എഴുതണം എന്ന് തോന്നിപ്പിച്ച പുസ്തകം, അല്ലെങ്കിൽ ആളുകൾ, അല്ലെങ്കിൽ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നമ്മളെല്ലാം ശ്രദ്ധിക്കുന്നത്, നമ്മളെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ശരിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ അല്ലെങ്കിൽ ഒരു കുഴിയിൽ വീണു പോകും. നമുക്ക് ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളാണ് അവരങ്ങനെ എഴുതിയിട്ടുണ്ട്. ചിലത് നമുക്കിങ്ങനെ ഇതേപോലെ എഴുതണം എന്നൊക്കെ തോന്നും, ചിലത് ഇങ്ങനെ എഴുതാനേ പാടില്ല എന്ന് തോന്നും. അങ്ങനെയൊരു പഠനം കൂടെ ഉണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്, മനസ്സിലാക്കലുണ്ട്. അതായത് ഇങ്ങനെ എഴുതാൻ പാടില്ല, അത് ശരിയായിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് ഈ പരീക്ഷണങ്ങളും ഒക്കെ എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ നിങ്ങൾ മനോഹരൻ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് പറയാനുള്ള ഉത്തരം ഇവിടെ 3 പേരുണ്ട്. ഈ 3 പേരെയും ഞാൻ ആ നിലയിൽ ശ്രദ്ധിക്കുന്നതാണ്. ഇന്ദുവൻ ചേട്ടൻ്റെ പ്രേത ബംഗ്ലാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പുസ്തകമാണ്. ഇപ്പം IIT മദ്രാസ് ആണെങ്കിൽ, ചെമ്പിലമ്മിണി കൊലക്കേസാണെങ്കിൽ, പിന്നെ തപോമയുടെ ഈ സന്തോഷ് ചേട്ടൻ്റെ എല്ലാ പുസ്തകങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പി എഫ് ഏട്ടൻ്റെ പുസ്തകങ്ങൾ ഞാനിത് ഇങ്ങനെ എന്താ പറയുക പൊളിച്ച് ഞാനൊരു കൗതുകത്തിന് പറയാം. ഞാൻ ആ പുസ്തകം കൂടെ എങ്ങനെ വായിക്കും. ഒരു എഴുത്തുകാരനായ ഞാനൊരു വായനക്കാരനായിട്ട് എഴുത്തുകാരനായി എന്നല്ല, എഴുത്തുകാരനാവാൻ ശ്രമിക്കുന്ന ഒരാൾ ഞാൻ മറ്റുള്ളവരുടെ പുസ്തകങ്ങൾ വായിക്കാറുള്ള ഒരു ശ്രമം എങ്ങനെയാ വെച്ചാൽ, നമ്മൾ ചെറുപ്പകാലത്ത് നമുക്ക് ഈ കാറ് അല്ലെങ്കിൽ ഇങ്ങനെ കളിക്കുന്ന കുറേ സാധനങ്ങൾ കിട്ടും. നമ്മളത് കുറച്ച് ദിവസം, ഒരു 4 ദിവസം നമ്മളിതുകൊണ്ട് കളിക്കും. 5-ാമത്തെ ദിവസം നമ്മളിത് പൊളിച്ചു നോക്കും. ഈ പൊളിച്ചു നോക്കുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്ത് എന്താണ് ഉള്ളതെന്ന് അറിയാനാണ്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തൊക്കെ ഈ മോട്ടറും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് നമ്മളത് റീഫിറ്റ് ചെയ്ത് നോക്കും. എനിക്ക് ഇതുപോലുള്ള ഇപ്പോൾ ഇന്ദുചേട്ടനെ പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ PF ഏട്ടനെ ഞാൻ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഈ ആദ്യം എനിക്കിഷ്ടത്തോടെ വായിക്കും, അതിൽ കളിച്ചുകൊണ്ട് വായിക്കും. 2ാമത് ഞാനിത് പൊളിക്കും. 3ാമത് ഞാനിത് റീഫിറ്റ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനൊരു ശ്രമം, അതാണ് എൻ്റെ ഒരു രീതി എന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ സംസാരിച്ചതിന് ആദ്യം തന്നെ പറഞ്ഞ കാര്യമാണ്, ക്രൈം ത്രില്ലറുടെ ഒരു കുത്തൊഴുക്കാണ് ഇപ്പോൾ ഇങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ. അത് മറ്റ് ജേണറുകളെല്ലാം വ്യത്യസ്തമായിട്ട് ക്രൈം ത്രില്ലർ കൂടുതൽ വായിക്കപ്പെടുന്നതല്ല. മുഖ്യധാര എഴുത്തുകാരെന്ന് നമ്മൾ പറയുന്നവരും ക്രൈം ത്രില്ലറുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അത് പുതിയ എഴുത്തുകാരും വരുന്നത് ഈ മേഖലയിലേക്കാണ്. അവസാനം ഈ ക്രൈം ത്രില്ലറുടെ കുത്തൊഴുക്ക്, ഈ മുല്ലപ്പെരിയാർ തുറന്നു വിട്ടതുപോലെ ഒരു പ്രളയം വരുമ്പോൾ ഇതിൻ്റെ ഭാവി എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ആളുകൾ സ്വീകരിക്കപ്പെടുക എന്നൊരു മുൻധാരണയുണ്ട്? ഈ കുറ്റകൃത്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്ദുചേട്ടൻ നേരത്തെ പറഞ്ഞൊരു ചിന്ത ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ചിന്ത പറഞ്ഞു. വായനക്കാരൻ കുറ്റകൃത്യത്തിൽ പങ്കുചേരുന്നു എന്ന് പറഞ്ഞത്. സത്യത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യൻ എൻ്റർടൈൻ ചെയ്യുന്നത് ഇപ്പം നമ്മളീ പറയുന്ന കുറ്റകൃത്യം റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ്. ഈ കുറ്റാന്വേഷണ നോവലുകളിൽ മാത്രമല്ല ക്രൈമുള്ളത്. ലോകത്തിലെ വിശ്വസാഹിത്യങ്ങൾ ഏതെടുത്ത് നോക്കിയാലും അത് മനുഷ്യനെ നോക്കിക്കാണാനാണ് ഓരോ എഴുത്തുകാരനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, മനുഷ്യ അവസ്ഥകളെ നോക്കിക്കാണാൻ. അങ്ങനെ നോക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുറ്റവാസനകൾ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നുണ്ട്, അല്ലെങ്കിൽ സാഹിത്യകൃതികളിൽ വന്നു ചേരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വായനക്കാരൻ കുറ്റകൃത്യത്തിൽ പങ്കുചേരുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് കുറ്റകൃത്യ പുസ്തകങ്ങളാണെങ്കിൽ, ഏറ്റവും കൂടുതൽ ആളുകൾ ആസ്വദിക്കുന്നത് കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്ന സിനിമകളാണെങ്കിൽ, ഇതൊക്കെ പടച്ചുവിടുന്ന അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്യുന്നവരെക്കാൾ കൂടുതൽ ആസ്വദിക്കുന്നൊരു സമൂഹം പുറത്തുണ്ടെന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ കുറ്റകൃത്യമാണ് ലോകത്തിലെ ഏറ്റവും ആസ്വാദ്യകരമായൊരു വിനോദമെന്ന് നമുക്ക് പറയേണ്ടി വരും, കണ്ടെത്തേണ്ടി വരും. അതിന് ഉദാഹരണങ്ങൾ വേറെയും പറയാം. ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളിൽ യുദ്ധം നടക്കുന്നു. ഇസ്രായേലും പാലസ്തീനും തമ്മിൽ, അല്ലെങ്കിൽ ഇസ്രായേലും അനുബന്ധ രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് യുദ്ധത്തിൽ ഒരു ഇസ്രായേൽ അനുകൂലിയായ ഒരാൾക്ക് ഒരു പലസ്തീൻ മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ അതിൽ ആനന്ദിക്കുകയാണ് അവൻ, ഇല്ലേ? ആ വാർത്ത നോക്കിയിട്ട് എത്ര പേര് മരിച്ചു. ഓപ്പോസിറ്റ് ഇതേ തന്നെ ഇപ്പുറത്തും നടക്കുന്നുണ്ട്. ലോകത്തുള്ള എല്ലാ സംഘർഷങ്ങളിലും, മനുഷ്യൻ്റെ ചോര വീഴുന്ന എല്ലാ സംഘർഷങ്ങളിലും ആ ഒരു ഭാഗത്ത് നിരാശപ്പെടാനും മറുഭാഗത്ത് അതിന് പക്ഷം പിടിക്കാനും അത് ആനന്ദത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്രൈം എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു, അല്ലെങ്കിൽ മനുഷ്യൻ അനുഭൂതി കണ്ടെത്തുന്ന ഏറ്റവും വലിയൊരു ക്രൈമായിട്ട് നമുക്ക് തോന്നും. നമ്മളങ്ങനെ പറയുമ്പോൾ ഇതിന് വിരുദ്ധമായ ചോദ്യങ്ങളുണ്ടായേക്കാം. പക്ഷേ നമ്മളിലേക്ക് വരുമ്പോഴാണ് നമ്മളതിൻ്റെ അവസ്ഥകളെക്കുറിച്ച് ചിന്തിക്കുക. പക്ഷേ മറ്റൊരുവനിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ രാവിലെ തുറന്നാലും ഒട്ടുമിക്ക ആളുകൾ, ഇപ്പോൾ പത്രങ്ങളിൽ തന്നെ എടുത്തു നോക്കിക്കോളൂ. ഇപ്പോൾ മനോരമ നടത്തുന്നൊരു പരിപാടിയാണ്, പത്രങ്ങൾ തന്നെ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ സംബന്ധമായ വാർത്തകളാണ് ചാനലുകൾ തുറന്നാൽ കാണുന്നത്. അപ്പോൾ എല്ലായിടത്തും ഇത് പരന്നങ്ങനെ ഒഴുകുക. അതുകൊണ്ട് ഒരിക്കലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ ക്യൂരിയോസിറ്റി. പിന്നെ വായനക്കാരുടെ കാര്യം പറഞ്ഞാൽ,
ഒരു മനുഷ്യൻ്റെ ഒരു ശരാശരി മലയാളിയുടെ വായന രൂപപ്പെടുന്നത് ആദ്യം ഒരു ഉദാത്തമായ സാഹിത്യങ്ങൾ വായിച്ചുകൊണ്ടല്ല ഒരാളുടെ വായന തുടങ്ങുന്നത്. ഒട്ടുമിക്കാൽ പേരും ഈ കുറ്റാന്വേഷണം അല്ലെങ്കിൽ ക്രൈം ത്രില്ലറുകളോ ഡിറ്റക്റ്റീവ് നോവലുകളോ ഒക്കെ വായിച്ചിട്ടാണ് മനുഷ്യൻ വായനയിലേക്ക് വരിക. അവിടെ നിന്നാണ് അവൻ്റെ വായന പരക്കുന്നതും ചുരുങ്ങുന്നതും. ഈ രണ്ടും സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കുറ്റകൃത്യങ്ങൾ ലോകത്തുള്ളിടത്തോളം കാലം കുറ്റകൃത്യം റിലേറ്റഡ് ആയിട്ടുള്ള സാഹിത്യങ്ങളും കുറ്റകൃത്യം റിലേറ്റഡ് ആയിട്ടുള്ള അതിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന എഴുത്തുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ സിനിമയുടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊന്ന് സംസാരിക്കാൻ തോന്നി. സിനിമയും സാഹിത്യവും തമ്മിൽ നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോൾ സിനിമ സാഹിത്യത്തെക്കാൾ വളരെ ചെറുതാണ് എന്നൊരു ധാരണ ആ ചോദ്യങ്ങൾ ആ ചർച്ചകളിലൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ഒരു അഭിപ്രായത്തിലേക്ക് പോകുന്നില്ല. കാരണം സാഹിത്യം ഉദാത്ത സാഹിത്യം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നല്ല സാഹിത്യം എന്ന് പറഞ്ഞ് നമ്മൾ ബാക്കി നിർത്തുന്ന അതേ അളവിൽ തന്നെ നല്ല സിനിമകൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു നല്ല കൃതി ഏത് നൂറ്റാണ്ട് വരെ ജീവിക്കും അത്രയും നൂറ്റാണ്ട് വരെ ജീവിക്കുന്ന പൊള്ളുന്ന സിനിമകൾ ഇവിടെയും ബാക്കി നിൽപ്പുണ്ട്. അപ്പോൾ ഇത് രണ്ടും രണ്ട് തലങ്ങളാണ്. അങ്ങനെയാണ് ഞാനതിനെ നോക്കി കാണുന്നത്. മജീദ് പറഞ്ഞത് ശരിയാണ്. കാരണം കുറ്റകൃത്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത്. കാരണം നമുക്കറിയാം പത്രങ്ങളിലും ടി വികളിലൊക്കെ വരുന്ന വാർത്തകൾ ഇന്നലെ വരെ നടന്ന ക്രൈമിൻ്റെ രീതിയിലല്ല അടുത്ത ദിവസം നടക്കുന്നത്. നമ്മളൊരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള തരത്തിലുള്ള ക്രൈമുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അത്ഭുതപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ക്രൈം ത്രില്ലറുകൾക്ക് അന്വേഷണ പുസ്തകങ്ങൾക്ക് വായനക്കാർ കൂടുതൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം. ഇവിടെ എഴുതാൻ ആഗ്രഹിക്കുന്നവരും നന്നായിട്ട് വായിക്കുന്നവരും ഒരുപാട് പേരുണ്ട് ഓഡിയൻസിന്. അവർക്ക് വേണ്ടിയാണ് അവർക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്. കഥയുടെ തിരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? കാരണം ഇന്ദുവിൻ്റെ കഥയുടെ പ്ലോട്ടുകൾ അല്ലെങ്കിൽ കഥയുടെ തിരഞ്ഞെടുപ്പുകൾ ഒരാളും ആലോചിക്കാത്ത വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്താണ് ഒരു പുതിയൊരു കഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലോട്ടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇന്ദു ശ്രദ്ധിക്കുന്നത്? ഞാനൊരു കഥയെക്കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ക്രൈം ആയതുകൊണ്ട് ഒരു ക്രൈം ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും ഒരു ക്രൈമിനെ ഒരു കുറ്റമായിട്ടോ മോശമായിട്ടോ കാണുന്നില്ല എന്നുള്ളത്. നമ്മൾ ആരുമേ അങ്ങനെ കാണരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ക്രൈം അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട കാര്യമല്ല. എൻ്റെ കാര്യം ഏറ്റവും നന്നായിട്ട് ക്രൈം ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. ഈ മനുഷ്യരെ ഇത്ര പോലെ ക്രൈം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്ന വേറൊരു ജീവിയും ഏറ്റവും ക്രൂരമായി കൈകാര്യം ചെയ്യുന്ന ഒരു ജീവിയും ലോകത്തില്ല. നിങ്ങൾ ചെയ്തിട്ടുള്ള നമ്മൾ നിലനിൽക്കുന്നത് ഏറ്റവും വലിയ ക്രൈം എന്ന് പറഞ്ഞാൽ കൃഷി എന്ന് പറഞ്ഞ സമ്പ്രദായമാണ്. കൃഷി എന്ന് പറയുന്നത് നിങ്ങൾ അതിൻ്റെ തോന്നിയ സ്ഥലത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനുസിനെ പിടിച്ച് നിങ്ങളുടെ ഇഷ്ടമുള്ളൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അതിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് അതിൻ്റെ പ്രജനനം നടത്തി നിങ്ങളതിൻ്റെ ഫ്രൂട്ട് ബെയറിങ് സംഗതികളൊക്കെ എങ്ങനെ വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ച് അതിൻ്റെ DNA പോയി ഇടപെട്ട് ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയുന്ന രീതിയിൽ ഇത് ചെയ്തു. മൃഗങ്ങളെ കൊണ്ടുവന്ന് ഇത് ചെയ്തു. നിങ്ങളൊരു ഹോട്ടൽ മുറിയിൽ ചെല്ലുമ്പോഴത്തേക്ക് അതിലെ സകല കീടങ്ങളെയും നശിക്കും. നിങ്ങൾ റെയിൽവേയിൽ ചെല്ലുമ്പോഴത്തേക്ക് അതിനെ നശിപ്പിച്ച് ഇത് ചെയ്തു. അങ്ങനെ അപ്പോൾ ഈ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുവാദമുള്ളൂ എന്നുള്ള സാധനം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു ഭയങ്കര ക്രൈമിനെ ആഘോഷിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ ക്രൈം ചെയ്യാത്തൊരുത്തനെന്നുള്ള നിലയിൽ ഞാൻ ഒന്നിനും കൊള്ളാത്തൊരുത്തനാണ് അവിടെ. ഞാനൊരു പട്ടാളക്കാരനായിരിക്കുന്ന സമയത്ത് ഞാൻ 10 പേരെ അപ്പുറം വെടിവെച്ച് കൊന്നില്ല എന്നുള്ളതാണ് എൻ്റെ ക്രൈം. പിന്നെ ഭരണകൂടം എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈം സിസ്റ്റം. ഭരണകൂടം അനുവാദം തരിക എന്തുവാ, നിങ്ങൾ മറ്റവൻ ഉണ്ടാക്കി വയ്ക്കുന്ന ഡിസൈനിന് നീ പൊക്കിക്കൊണ്ട് ഇവിടെ വന്നിട്ട് നീ പൊളിച്ച് നമ്മുടെ രാജ്യത്ത് എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞ് ഇത്. അപ്പം അനുവാദമില്ല എന്നുള്ളത്. അപ്പം വാസന എന്ന് പറയുന്ന സാധനം നമ്മളിലെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. ക്രൂരതകൾ ചെയ്യാതെ ഈ ജന്മം കംപ്ലീറ്റ് ആവത്തില്ല, വാസനയുണ്ട്. ഇതാണ് എൻ്റെ കൃതികളുടെയും അല്ലെങ്കിൽ ഞാൻ ഏത് കഥയിലേക്ക് ഞാൻ പുറപ്പെടുമ്പോഴും എൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഒരു ഫിലോസഫിയാണ് എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഇതാണ് എൻ്റെ അടിസ്ഥാനം എന്നാണ് എനിക്ക് പറയാനുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. വിലായത്ത് ബുദ്ധ വെച്ച് പറയും ഒരു ചന്ദനമര മോഷണമാണ് കഥ. സത്യം പറഞ്ഞത് അങ്ങനെ അത്തരം ഒരു തീം ആലോചിക്കുമ്പോൾ ഇത്തരം വലിയ അടരുകളിലേക്ക് അത് പോകും എന്ന് എഴുത്തിൻ്റെ ഘട്ടത്തിലാണോ മനസ്സിലാവുന്നത്? നേരത്തെ തന്നെ പ്ലാൻഡ് ആണോ? അല്ല നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ ഇത്. നമ്മളെ പറയുന്നതല്ലേ ഞാൻ എഴുത്തെന്ന് പറയുന്ന സാധനം എൻ്റെ സ്വന്തം സാധനം എന്നുള്ളത്. ഞാനിത് കുറ്റം മനുഷ്യരെ പങ്കുവയ്ക്കുന്നതെന്ന് പോലെ തന്നെയാണ് ഞാനിത് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ യാദൃശ്ചികതയുടെ കാര്യം നമ്മളുടെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു. നമ്മുടെ ഈ പാനൽ ഇവിടെ ഉണ്ടാക്കുന്ന സമയത്ത് ആർക്കും അറിയത്തില്ല നമ്മൾ ആരൊക്കെയാണ് ഇത് ചെയ്യുന്നത്. നമ്മളെല്ലാം ഈ നമ്മുടെ റൈറ്റിംഗ് എന്ന് പറഞ്ഞ ക്രൈമിൽ പിന്നെ ഒരുമിച്ച് പങ്കെടുക്കുക. എന്ന് വെച്ചാൽ വേറെ ഒരു ജീവിയും റൈറ്റിംഗ് എന്ന് പറഞ്ഞൊരു പ്രക്രിയയിൽ ഏർപ്പെടുന്നില്ല എന്നുള്ള ക്രൈമിൽ. കാരണം ഞാൻ മജീദിൻ്റെ ഒരു പുസ്തകത്തിന് ഞാൻ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. പിന്നെ റിഹാൻ്റെ പുസ്തകം ഏറ്റവും നല്ല ഒന്നാം തരം ഒരു പുസ്തകം എൻ്റെ അടുത്തിരിക്കുന്നു. ഞാൻ വായിച്ച് നല്ലൊരു ക്രൈം ഇത് ചെയ്തിരിക്കുന്നുണ്ട്.
മനോജിൻ്റെ ബുക്കിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ മണികണ്ഠനാണ് വിലായത് ബുദ്ധയുടെ പിന്നെ ഇത് എഴുതിയിരിക്കുന്നത്. അപ്പം ഇത് ഇങ്ങനെ പങ്കെടുക്കുന്നതിനുള്ള ചില പ്രത്യേകതകൾ ഇതിൻ്റെ അകത്ത് ഇത് വരും. അപ്പം എന്ന് പറഞ്ഞാൽ വിലായത് ബുദ്ധയുടെ ആദ്യത്തെ കഥ ഒരാൾ ഒറ്റ വരി എന്ന് പറയുകയാണല്ലോ. ഏതാ, നിങ്ങൾ ഒരു ചന്ദനം, പിന്നെ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ചന്ദനം എന്തോ ആരോ എൻ്റെ പിന്നെ ചന്ദനം ഇത് വളർന്നു വരുമ്പോൾ ഞാൻ പണ്ടത് പഠിപ്പിച്ച ഒരാൾ വന്നിത് അടിച്ചുകൊണ്ട് പോകാനായിട്ട് വരുന്നു. അപ്പോൾ ആ ഭയങ്കര സാധനം. ഒരു ഗുരുവും ശിഷ്യനും തമ്മിൽ പിന്നെ ഒരു ഗുരുവിൻ്റെ വീട്ടിൽ വന്ന് ശിഷ്യനെ അടിച്ചുകൊണ്ട് പോകണമെങ്കിൽ ഗുരുവും ശിഷ്യനും തമ്മിൽ ഈ പഠിപ്പിച്ചതിൽ പ്രശ്നമുണ്ട്. ഗുരു പഠിപ്പിച്ച് നല്ല പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാളിവിടെ കള്ളനാവുമോ അത്. അപ്പം അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞുള്ള വാസന തെളിഞ്ഞു വരുന്നത്. പിന്നെ അതിൽ നിന്ന് കഥ തന്നെത്താൻ ഉണ്ടായി വരും എന്ന് പറഞ്ഞൊരു സംഗതിയില്ല. അപ്പം വിജയം അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത് കറക്റ്റായിട്ട് നമ്മളൊരു ഇരുട്ടിൽ കൊണ്ടുവന്നൊരു പ്ലഗ് എന്ന് കുത്താനായിട്ട് ചെല്ലുമ്പോൾ ഈ പ്ലഗ് എന്ന് മറ്റേ ഇതിൻ്റെ അകത്ത് തന്നെ വീഴുന്നുണ്ടോ എന്നുള്ളത് നമ്മളുടെ കയ്യിലിരിക്കുന്ന ഒരു സാധനമല്ല. നമ്മളതിന് ശ്രമിക്കുന്നു, ഏകദേശം അടുത്ത് ചെന്ന് ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു പരിപാടിയാണ്. മണികണ്ഠനോടാണ് എഴുത്ത് ഭാഷയുടെ കാര്യത്തിൽ, അതായത് IIT മദ്രാസ് വായിച്ചപ്പോഴും മൂന്നവിടങ്ങൾ വായിച്ചപ്പോഴൊക്കെ എനിക്ക് തോന്നി എഴുത്ത് ഭാഷയുടെ കാര്യത്തിൽ മണികണ്ഠൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഈ വായനക്കാർക്ക് വേണ്ടി എന്ത് തരത്തിലുള്ള ശ്രദ്ധയാണ് പുലർത്തുന്നത് മറ്റേ ഭാഷ ഉപയോഗിക്കുന്ന കാര്യത്തിൽ? അത് ഭാഷ എഴുത്തിൻ്റെ കാര്യത്തിൽ മുമ്പ് ഞാൻ എഴുതിയ ഒരു സാധനത്തിൽ നിന്ന് ഇത് മാറ്റം വരണം എന്ന് നിഷ്കർഷ ബുദ്ധി ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് എഴുതാറുള്ളൂ. അതുകൊണ്ടായിരിക്കാം. പിന്നെ ഈ എഴുത്തിലെ ഭാഷ എന്ന് പറയുന്നത് ഓരോ ആ പ്ലോട്ട് എന്താണ് ആവശ്യപ്പെടുന്നത് അതനുസരിച്ചിട്ടുള്ള ഭാഷയാണ്. ഇപ്പോൾ IIT-യിലാണെങ്കിൽ തേർഡ് പാർട്ടി നരേഷനാണ് ഉപയോഗിച്ചേക്കുന്നത്. പക്ഷേ ആ പർട്ടിക്കുലർ പേജിൽ ആ പർട്ടിക്കുലർ സ്ഥലത്ത് വരുന്ന ക്യാരക്ടറിൻ്റെ സംസാര ഭാഷയുടെ ലാഞ്ചന തേർഡ് പാർട്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, സൂക്ഷ്മമായി ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ അത് വായിക്കുന്ന ആരും അതൊന്നും നോക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ചീറ്റിപ്പോയ പരീക്ഷണങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എൻ്റെ ഉള്ളിൽ അങ്ങനെ പരീക്ഷിക്കാറുണ്ട് എന്നുള്ള ഒരു അഭിമാനമുണ്ട്. ചീറ്റിപ്പോയ പരീക്ഷണങ്ങളെന്ന് പറയണ്ട, കാരണം അത് നല്ല അഭിപ്രായത്തോട് പറഞ്ഞിട്ട് ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഭാഷയുടെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെയാണ് മണികണ്ഠനോട് ഈ ഒരു ചോദ്യം ചോദിക്കാനും കാരണം. റിഹാനോടാണ് നോവലിൻ്റെ സ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ, പരീക്ഷണങ്ങളുടെ ഒരാളാണല്ലോ, അപ്പോൾ സ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ ഒരുപാട് മുന്നാലോചനകൾ നടന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. വായനയിൽ എനിക്ക് വായിച്ചപ്പോൾ തോന്നിയത് കേട്ടോ. അതോ വരുന്നത് പോലെ വരട്ടെ എന്ന രീതിയിൽ കഥ നിങ്ങൾ കൊണ്ടുപോവുകയാണോ ചെയ്യുക? ആ സ്ട്രക്ചറിൽ ഒതുങ്ങി നിൽക്കാൻ പറ്റാറുണ്ടോ? ഞാൻ പലപ്പോഴും ഒരു സ്ട്രക്ചറിൻ്റെ അകത്ത് ഒതുങ്ങിയിട്ടാണ് ചെയ്യാറുള്ളത്. ഞാൻ മിക്കപ്പോഴും പൂർണ്ണമായിട്ടും അങ്ങനെ ഒതുങ്ങി നിൽക്കാറില്ല. എന്നാലൊരു പ്ലാൻ ഉണ്ടാവും, ഒരു പ്രീ പ്ലാൻ ഉണ്ടാവും. ഇത്ര കഥാപാത്രങ്ങൾ അവർ ഇന്നതാണ് എന്നുള്ളൊരു പ്രീ പ്ലാൻ ഉണ്ടാവും. മിക്കപ്പോഴും അതിലേക്ക് ഇതൊന്നും അല്ലാത്ത വേറൊരു കഥാപാത്രം കയറി വരാറുണ്ട്. അത് സ്വാഭാവികമായിട്ടും എനിക്കൊന്ന് അത് വളരെ ജൈവികമായിട്ട് എല്ലാവർക്കും സംഭവിക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട്. അതിനെ നമ്മളങ്ങ് ഉൾക്കൊള്ളും, എന്നിട്ട് അങ്ങ് എഴുതുന്നതാണ്. അല്ലാതെ അതിൽ വേറെ വലിയ ആലോചനകളൊന്നുമില്ല. ഒരു സിമ്പിളാണ് കാര്യം. മജീദിനോടാണ് വായനക്കാരിൽ താല്പര്യം ഉണ്ടാക്കാൻ എന്താണ് ചെയ്യുന്നത്? അതായത് എൻ്റെ പുസ്തകം വായനക്കാർ ഏറ്റെടുക്കണമെന്ന് വിചാരിച്ച് എന്തൊരു അത്ഭുതമാണ് അല്ലെങ്കിൽ ഒരു ഒളിപ്പിച്ച് വെക്കാൻ ശ്രമിക്കുന്നത്? ഒരു വായനക്കാരെന്നുള്ള നിലയിൽ തന്നെ പറയാം. ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ അങ്ങനെ ഒന്നും ശ്രമിക്കാറില്ല. ഞാൻ എന്നെ രസിപ്പിക്കാനായിട്ട് കണ്ടെത്തുന്ന ഒരു മീഡിയമാണ് എൻ്റെ എഴുത്തുകൾ. പക്ഷേ വായനക്കാരെ രസിപ്പിക്കണം എന്നുള്ള മുൻധാരണയോടുകൂടി ഞാനൊന്നും എഴുതിയിട്ടില്ല. എഴുതാനും എനിക്ക് അറിയില്ല. അങ്ങനെ വരുന്നത് പോലെ വരട്ടെ, അത്രേ ഉള്ളൂ. കാരണം ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ ഞാൻ സമയം എടുത്ത് എഴുതുന്ന ഒരാളല്ല. എനിക്ക് എഴുതാൻ മുട്ടുമ്പോഴത്തേക്ക് ചുമ്മാ അങ്ങോട്ട് എഴുതുക എൻ്റെ ഒരു പരിപാടി. അത് വലിയ ഇതില്ലാതെ അങ്ങോട്ട് പോവുകയും ചെയ്യും. പെട്ടെന്ന് അങ്ങനെയാണ് ഇതുവരെ. അത് എനിക്കറിയാം. അത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ജാഗ്രത വേണ്ടത്, ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് നടക്കേണ്ടത് ഒരു എഴുത്തുകാരാണെന്ന് അറിയാം. കാരണം അവൻ്റെ കയ്യിലിരിക്കുന്നത് വാക്കാണ്, ഭാഷയാണ്. ആ ഭാഷ കൊണ്ടിട്ട് നമുക്ക് ഏറ്റവും വലിയ നാശം വിധിക്കാൻ കഴിയുന്ന സാധനമാണ്. പക്ഷെ അവിടെ ഒരു ശ്രദ്ധ എഴുത്തുകാരന് വേണ്ടതാണ്. പക്ഷേ അത് എന്നെക്കൊണ്ട് സാധിക്കാറില്ല. അത് ചിലപ്പോൾ ഒരുപക്ഷെ എൻ്റെ അക്കാദമിക്കിലായ പരിചയക്കുറവ് കൊണ്ടോ അല്ല വായനാക്കുറവ് കൊണ്ടോ എൻ്റെ ജീവിതാനുഭവങ്ങളുടെ ആധിക്യം കൊണ്ടോ ഒക്കെ ആവാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം. ഇനി സദസ്സിൽ നിന്നുള്ള ചോദ്യങ്ങളുടെ സമയമാണ്. അതിന് തൊട്ട് മുമ്പ് ഈ വേദിയിൽ ഒരു പുസ്തക പ്രകാശനം നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം നമുക്ക് ചോദ്യങ്ങളിലേക്ക് വരാമെന്ന് എനിക്ക് തോന്നുന്നു. പ്രിയ എഴുത്തുകാരൻ റിഹാൻ റാഷിദിൻ്റെ ഏറ്റവും പുതിയ പ്രണയ നോവലായ പീതോന്മാദം
അതിൻ്റെ പ്രകാശനം ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. ശ്രീ ഇന്ദു ഗോപൻ, ശ്രീ മജീദ് സയ്യിദിനും ശ്രീ KV മണികണ്ഠനും കോപ്പികൾ നൽകി പീതോന്മാദം പ്രകാശിപ്പിക്കുന്നു. പുസ്തകങ്ങൾ എഴുത്തുകാരുടെ കയ്യൊപ്പോടുകൂടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് പുസ്തകശാലയിൽ നിന്ന് പുസ്തകങ്ങൾ വാങ്ങി വേദി 4-നും 5-നും ഇടയിലുള്ള ഓഥർ സൈനിങ് സെഷനിൽ ചെന്ന് വാങ്ങാവുന്നതാണ്. എനിക്ക് തോന്നുന്നു സദസ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾക്കുള്ള സമയമാണ്. ആരോടാണ് ചോദ്യം എന്ന് പറയുകയാണെങ്കിൽ ഉപകാരമാണ്. ചോദ്യം ചുരുക്കി ചോദിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. മലയാള നിരൂപണ രംഗത്തെ ഡിറ്റക്റ്റീവ് എന്ന് വേണമെങ്കിൽ നമുക്ക് കുട്ടിക്കൃഷ്ണമാരാരെ വിശേഷിപ്പിക്കാം. ആസാൻ്റെ ലീലയുടെ എന്ന ഖണ്ഡകാവ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഭർതൃഘാതകിയായ ലീല എന്നൊരു നിരൂപണ ലേഖനം, ആസാൻ്റെ തന്നെ ഈ ലീലയിലെ വരികൾ എടുത്ത് നെഗറ്റീവ് ലോജിക്കിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ലീല ഭർത്താവിനെ കൊന്നതാണെന്ന് സ്ഥാപിച്ചെടുക്കുകയാണ്. നമുക്കും അത്തരത്തിലുള്ള അതായത് നിരപരാധിയെ അപരാധിയാക്കുവാനും അപരാധിയെ നിരപരാധിയാക്കുവാനുള്ള ഒരു റിവേഴ്സ് പ്രോസസ്സ് ഇങ്ങനെ സാഹിത്യത്തിൽ അങ്ങനെ ചെയ്യാനുള്ള സാധ്യത, ഇപ്പോൾ പൂതപ്പാട്ടൊക്കെ ഇങ്ങനെ ഒരു റിവേഴ്സ് പ്രോസസ്സ്, അതല്ലെങ്കിൽ ഇത്തരത്തിലൊരു സാധ്യത ഉണ്ടോ, അത് പറ്റുമോ? ഇതാണ് ഒരു സംശയം. നേരത്തെ ഇത് പറഞ്ഞത് വളരെ ആശയം എല്ലാവർക്കും കിട്ടിയോ ഇല്ലെന്ന് അറിയത്തില്ലെങ്കിലും ഒരു വലിയ കാര്യമാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ മലയാള കവികൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ആശാനാണ് ഈ കുറ്റത്തെയും ഈ ഇതിനെയൊക്കെ ഇത്ര ഭംഗിയായി വ്യാഖ്യാനിച്ചത്. അതിൻ്റെ ഒരു കവിയിലൊരു ഒരു കുറ്റത്തെ ഇതുപോലെ വ്യക്തമായി വ്യാഖ്യാനിക്കാൻ ശ്രമിച്ച ഒരാളാണ് പിന്നെ കുമാരനാശാൻ. അതുകൊണ്ടാണ് ഞാൻ ആ കള്ളൻ്റെ പുസ്തകം, കള്ളൻ്റെ ആത്മകഥ എഴുതിയപ്പോൾ അതിൽ നിന്നുള്ളൊരു വരി ചേർത്തത്, ഈ മനസ്സോടാത്ത കുമാർഗമില്ലടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിനെ വ്യക്തമായിരുന്നു. അപ്പം കവിതകളെ എടുത്ത് ഒരു ഡിറ്റക്റ്റീവ് ഇതിലേക്ക് മാറ്റി വെക്കാമെന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വലിയ സാധ്യതകളാണ്. അത് അങ്ങനെ പിൻകാലത്ത് വരുന്ന റൈറ്റേഴ്സ് അതിന് പുറപ്പെടുമെന്ന് തോന്നുന്നു. കാരണം ഈ കവിതയിൽ അതിൻ്റെ ദർശനങ്ങളിലൊക്കെ വലിയ മട്ടിലുള്ള പിന്നെ കുറ്റശാസ്ത്രങ്ങളും ഒക്കെ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കോട്ടയം പുഷ്പനാഥനെ ഓർമ്മിച്ചുകൊണ്ടാണ് ചോദ്യം. നിങ്ങൾ 4 പേരും ക്രൈം ത്രില്ലർ എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട് ഡിറ്റക്റ്റീവ് നോവലെന്ന് ഉപയോഗിക്കുന്നില്ല? ഡിറ്റക്റ്റീവ് നോവൽ എന്ന് പറയുന്നത് മുമ്പ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ വായിക്കണ കാലത്ത് അവർ മാഗസിൻ ഉപയോഗിച്ചൊരു ഭാഷയാണ്. അതുകൊണ്ടായിരിക്കും. ലോകത്ത് ക്രൈം ത്രില്ലർ എന്ന് പറഞ്ഞൊരു ജോണറാണ് ഉള്ളത്. ഡിറ്റക്റ്റീവ് നോവലെന്ന് നമ്മൾ ഈ പുഷ്പനാഥും ബാറ്റൺ ബോസിനൊക്കെ വായിക്കുന്ന കാലത്ത് ആ മാഗസിനുകളിൽ ഈ നോവലിൻ്റെ മുകളിൽ ഡിറ്റക്റ്റീവ് നോവൽ എന്ന് കൊടുക്കുന്നതുകൊണ്ടായിരിക്കും. എല്ലാ ക്രൈം ത്രില്ലറിലും ഒരു ഡിറ്റക്റ്റീവ് വേണമെന്നില്ല. അന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ, എൻ്റെ ചോദ്യം ഇന്ദുഗോപൻ സാറിനോടാണ്. ഞാനൊരു സംവിധായകനും തിരക്കഥാകൃത്തും ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ നമ്മൾ ഇറങ്ങുന്ന പല മലയാള സിനിമകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് തിരക്കഥാകൃത്തുക്കളുടെ ഒരു ആശയ ദാരിദ്ര്യം വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ സിനിമകളും അവസാന ഭാഗമാകുമ്പോഴത്തേക്ക് ഒരു ക്ലൈമാക്സിലേക്ക് തട്ടിക്കൂട്ടുന്നത് പോലെയും എന്നിട്ട് ഒരു 2ാം ഭാഗത്തിന് വേണ്ടിയിട്ട് ഒരു വിത്ത് പാകുന്നത് പോലെയും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മാറി വരുന്ന ഒരു എഴുത്തിൻ്റെ മാറി വരുന്നൊരു കാലത്തിൽ സിനിമയിലെ ആളുകൾക്ക് അല്ലെങ്കിൽ എന്നെപ്പോലെ വളർന്നു വരുന്ന എഴുത്തുകാർ, തിരക്കഥാകൃത്തുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇവർ മികച്ച തിരക്കഥകൾ എഴുതാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ. നമ്മൾ തിരക്കഥ എഴുതാനായിട്ടാണെങ്കിലും കഥ എഴുതാനായിട്ടാണെങ്കിലും നമ്മൾ വേറെ ഏതെങ്കിലും IT-യിലോ ഏതെങ്കിലും ജോലി ചെയ്യേണ്ടതാണെങ്കിലും നമ്മൾ നന്നായിട്ട് ജീവിക്കുന്നതാണെങ്കിലും തമ്മിലുള്ള പ്രക്രിയകൾ തമ്മിലൊന്നും ഒരു മാറ്റവും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒന്ന്, നമ്മുടെ ജീവിതത്തിനും ഇതിനൊക്കെ ഒരു ഋതമുണ്ട്. നമ്മൾ ചെന്നെന്തുവാ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒക്കെ പോകുന്നു. നമ്മൾ അന്ന് വൈകുന്നേരം തോന്നുമ്പോൾ നമുക്ക് ആ ഋതത്തിലുള്ള ഒരു തടസ്സം നമുക്ക് കൃത്യമായിട്ട് പറയാം. നമ്മുടെ ലൈഫിന്
കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ സംഭവിക്കുന്നതിലൊക്കെ. അതിലെവിടെയോ ഈ രസച്ചരട് ഇങ്ങനെ കോർത്ത് കിടപ്പുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെ കണ്ടു, രസമായി സംസാരിച്ചു, അവൻ ഒരു സംഭവം പറയുന്നു, ആ സംഭവത്തിൻ്റെ പിന്നാലെ നമ്മൾ പോകുന്നു. അന്ന് വൈകുന്നേരമൊക്കെ നിങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു ഉണ്ടാകുന്നൊരു തൃപ്തിയുണ്ട്. ഈ തൃപ്തിയിലേക്ക് ഈ കാഴ്ചക്കാരനെ എത്തിക്കാനുള്ള ഒരു സൗകര്യം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രാക്കിംഗ് ആണ് എപ്പോഴും ഒരു തിരക്കഥാകൃത്ത് നോക്കുന്നത്. കാരണം നമ്മളതിൻ്റെ ഒരു പരമ്പരാഗത രീതി സമീപിക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം വരുന്നത്. നിങ്ങൾക്കൊരു കഥ പറയാനുണ്ട്. ആ കഥ മുമ്പോട്ട് പോകുന്നതിൽ ചില സംഘർഷങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്ന് വരുന്നു. ഈ സംഘർഷങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടതായ സാഹചര്യം വരികയോ ഈ സംഘർഷങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറി പോവുകയോ ചെയ്യുക എന്ന് പറയുന്നതുണ്ട്. ഇത് മുമ്പോട്ട് പോകുന്ന ഒരു സന്ദർഭത്തിൽ നിങ്ങൾ എഴുതുന്ന പ്രോസസ്സിൽ വിസ്മരിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ ഈ കാഴ്ചക്കാരൻ എവിടേക്കോ എന്നെ വിസ്മരിച്ച് പോയി, ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു സംഗതിയിലേക്ക് എൻ്റെ ജീവിതത്തിൻ്റെ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണല്ലോ ഇതിൻ്റെ ജീവിതം മുൻപടന്ന് പോകുന്നെന്നുള്ള ആ വിസ്മരിക്കലിലാണ് ഇതിനകത്ത് ആർട്ടെന്ന് പറയുന്നൊരു എലിമെൻ്റ് ഉള്ളത്. പിന്നെ നേരത്തെ ചോദിച്ചാണെങ്കിൽ ഇതിനെ കൂട്ടിക്കെട്ടുക എന്ന് പറയുന്ന അവസാനത്തേക്ക് വരുന്നുണ്ടല്ലോ. ജീവിതം എന്ന് പറയുന്നത് നമ്മൾ 2.5 മണിക്കൂറുള്ള അല്ലെങ്കിൽ 1.5 മണിക്കൂറുള്ള ഒരു സംവിധാനമല്ലല്ലോ. അതിനൊരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് അവസാനത്തുള്ള മരണം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്കൊരു ക്ലൈമാക്സ് ഇല്ല നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ക്ലൈമാക്സ് എന്ന് പറയുന്നൊരു സാധനം മനുഷ്യൻ ഈ 2.5 മണിക്കൂറിനുള്ളിൽ ഇവരെ തൃപ്തരാക്കി ഇറക്കിക്കൊണ്ട് പോകാനായി ഉണ്ടാക്കുന്ന ഒരു കൃത്രിമമായ ഒരു സങ്കേതമാണ് ഈ സംഗതി. അങ്ങനെ ആ കൃത്യമായ സങ്കേതം ഇല്ലാതെയാകണം ആ ക്ലൈമാക്സുകൾ വേണ്ടി. ഈ കഥാഗതിയുടെ രസച്ചരട്ടിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ചെറിയ ആ സന്ദർഭത്തിൻ്റെ ഒരു കൾമിനേഷൻ ആയിരിക്കണം ഈ ക്ലൈമാക്സ് എന്ന് പറയുന്നൊരു സന്ദർഭം. നമ്മൾ ഈ എമ്പാടുമുള്ള സിനിമകളുടെ ഭാഗങ്ങളിൽ നിന്നുകൊണ്ടും എടുത്തുകൊണ്ടും അവിടുന്ന് ഇവിടുന്ന് എടുത്തുകൊണ്ടും ഉണ്ടാക്കുന്ന ഇതല്ല. നമ്മുടെ ജീവിതത്തിനെയും പൊതുവുള്ള ജീവിതത്തിൽ നിന്നും തൊട്ടെടുക്കുന്ന ചെറിയ മുഹൂർത്തങ്ങളും അതിലെ നാടകീയതകളും മാത്രം മതി നല്ല നല്ല സിനിമകളോ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പ്രൊവൈഡഡ് നിങ്ങളുടെ തിരക്കഥാകൃത്താണെങ്കിൽ അതിനെ കൃത്യമായിട്ട് റിസീവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ക്യാപ്റ്റൻ, അവൻ്റെ ഒരു കപ്പിത്താനായ ഈ സംവിധായകനും അയാളോടൊപ്പം അനുബന്ധമായി പ്രവർത്തിക്കുന്ന ഒരുപാട് ശാഖകളുണ്ട്. ഇവരെ അടുത്ത് എല്ലാവരിലും ഈ കമ്മ്യൂണിക്കേഷൻ ലൈഫ് എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ എവിടെ ഫെയിൽ ചെയ്യുന്നു അവിടെ പ്രശ്നങ്ങൾ. ദാമ്പത്യം എടുത്ത് നോക്കും, മറ്റെടുത്ത് പുറത്ത് അവിടെ നിന്നൊക്കെ തന്നെയാണ് കഥ ഉണ്ടാകുന്നതും തിരക്കഥ ഉണ്ടാകുന്നതും ഒക്കെ. ലൈഫ് തന്നെയാണ് ഇതെല്ലാം. ലൈഫ് മാത്രം സമയക്കുറവ് മൂലം അവസാന ചോദ്യത്തിലേക്ക് കടക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്. ഇപ്പോൾ നമ്മുടെ ദൃശ്യം സിനിമ ഇറങ്ങിയതിന് ശേഷം എപ്പോഴും പറയുന്നുണ്ട് അത് കണ്ടിട്ട് ക്രൈം, ഓക്കെ, അതിന് മുന്നേ അതുപോലത്തെ ക്രൈമുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ പുസ്തകങ്ങളിൽ അതിനുള്ള സാധ്യതകൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ക്രൈംസിനെ കുറിച്ച് പറയാം. അപ്പോൾ എഴുതുമ്പോൾ എപ്പോഴെങ്കിലും ബോധപൂർവം, എല്ലാവരോടുമാണ് ക്വസ്റ്റ്യൻ, ബോധപൂർവമായ ഒരു ശ്രമം ഉണ്ടാവാറുണ്ട് ഇത് കണ്ട് ആരും ഒരു ക്രൈം ചെയ്യരുത്, അല്ലെങ്കിൽ ഇതൊരു പുതിയ ക്രൈമിന് ഉള്ള ഒരു വഴി ഒരുക്കരുത് എന്നുള്ളത്. ഒപ്പം മോഡറേറ്ററിന് ഒരു പ്രത്യേകം തോന്നി സെഷൻ കറക്റ്റ് എന്താണോ ടോപ്പിക് അതിലേക്ക് തന്നെ കൊണ്ടുപോയതിന്. ഈ സാഹിത്യം കേൾക്കാമോ? ഈ സാഹിത്യം ഉണ്ടാകുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ അക്ഷരങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ ക്രൈം ഉണ്ടായിട്ടുണ്ട്, കുറ്റകൃത്യങ്ങളായിട്ട്. അത് മനുഷ്യൻ്റെ ആദിമ ചോദനയിൽപ്പെട്ടൊരു സംവിധാനമാണ് ഈ കുറ്റകൃത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളതിനെ ഒരു ജാഗ്രതയോടുകൂടി നമ്മൾ ഒരു കഥ എഴുതിയിട്ട് വേണം ഇവിടെ ഒരു കൊല നടക്കാൻ അല്ലെങ്കിൽ ഒരു മോഷണം നടക്കാനെന്ന് വേണ്ട. ഇതെല്ലാം ചെയ്തതിന് ശേഷം അതിൽ നിന്നാണ് കഥകൾ ഉണ്ടായിരിക്കുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഒരു മുന്നൊരുക്കം ഒരാളും ചെയ്യും. പിന്നെ എല്ലാവരും ആഗ്രഹിക്കുന്നു നമ്മൾ കാരണം ഒരു ദൂഷ്യം ഉണ്ടാകരുതെന്നുള്ളത് ആഗ്രഹം. അത് ഓരോ ചിന്തയുടെ പല തലങ്ങളാണ്, പല സമയങ്ങളിലുണ്ടാകുന്ന ചിന്തകളാണ് എന്ന് കരുതിയിട്ട് ഇപ്പോൾ ഇതെല്ലാം ഉണ്ടായതിന് ശേഷമാണ് കഥകളെല്ലാം തന്നെ. ഇത് മാത്രമല്ല, പല കഥകളും ഉണ്ടായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ബാക്കിയുള്ളൊരു അഭിപ്രായം നോക്കാം. എന്തായാലും വളരെ സമ്പന്നമായ സമ്പുഷ്ടമായ 1 മണിക്കൂർ സമ്മാനിച്ച പ്രിയപ്പെട്ട ഇന്ദുഗോപൻ, കെ.വി. മണികണ്ഠൻ, റിഹാൻ റാഷിദ്, മജീദ് സെയ്ദ് എന്നിവർക്ക് സദസ്സിൻ്റെയും എൻ്റെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നന്ദി.